أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون നജാത്ത് അഥവാ മോക്ഷം എന്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഗ്രന്ഥം ക്ലാസ് രൂപേണ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ആദ്യ ഭാഗം അവതരിപ്പിച്ചിരുന്നു. ഇന്ന് അതിന്റെ ബാക്കിയാണ്. മിൻഹാജു താലിബീൻ എന്ന പുസ്തകം പാരായണം ചെയ്യുന്നതിന് മുമ്പ് നജാത്ത് എന്ന ഗ്രന്ഥവും ഇർഫാൻ ഇലാഹി എന്ന ഗ്രന്ഥവും പാരായണം ചെയ്യണമെന്ന് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മിൻഹാജു താലിബീൻ ക്ലാസുകൾ നടക്കുമ്പോൾ നജാത്തിനെ കുറിച്ചുള്ള ക്ലാസ്സിന് അവസരം വന്നത്. പക്ഷേ നജാത്ത് മോക്ഷം എന്നതിനെ കുറിച്ച് നേരത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് വഴിക്കുവഴി ആയിരുന്നില്ല. മിൻഹാജ് താലിബീൻ എന്ന ക്ലാസ് നടക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടി ചില ഭാഗങ്ങളിലേക്ക് കയറിയിറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ആവർത്തിച്ചുവെങ്കിലും ഈ വിഷയത്തിന്റെ ക്രമീകരണത്തിൽ മറ്റ് മുമ്പ് നടന്ന ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യന് നജാത്ത് അഥവാ മോക്ഷം എന്നത് എല്ലാ മതങ്ങളും വാദിക്കുന്ന ഒന്നാണ്. അവരവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളിലൂടെയാണ് മോക്ഷം ലഭ്യമാവുക എന്ന്. ഒരു കാര്യം ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരാള് മോക്ഷത്തിന് തങ്ങൾ വിശ്വസിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നും മറ്റൊന്നിനും അതിന് സാധിക്കുകയില്ല എന്നും പറയുമ്പോൾ അറിവിന്റെ കവാടത്തെ തനിക്ക് മുമ്പിൽ കൊട്ടിയടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഖുർആൻ ജൂതരെയും ക്രിസ്ത്യാനികളെയും ഖണ്ഡിച്ചുകൊണ്ട് 3 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ഈ വാദത്തെ ഖണ്ഡിച്ചിട്ടുണ്ട്. ലൻ യദ്ഖുലൽ ജന്നത്ത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, യഹൂദിയോ നസാറയോ ആകാതെ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ജൂതരും ക്രിസ്ത്യാനികളും ഓരോരുത്തരും വാദിക്കുന്നു എന്ന് ഖുർആനിന്റെ ഒരു സ്ഥലത്ത് പറയുന്നു. ഇതേ കാര്യം തന്നെ 3 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചിട്ടുണ്ട്, പല വീക്ഷണങ്ങൾ കോണിലൂടെ. എന്നാൽ ഇവിടെ വിശുദ്ധ ഖുർആനും അല്ലെങ്കിൽ ഇസ്ലാമും അതേപോലെ തന്നെ ഇസ്ലാം മുഖേന മാത്രമേ മോക്ഷമുള്ളൂ എന്ന് പറയുമ്പോൾ അതേ വാദം തന്നെ ഇസ്ലാം ഉന്നയിക്കുമ്പോൾ അത് ആക്ഷേപത്തിന് അർഹമല്ല എന്ന് ഇതര മതങ്ങളുടെ വക്താക്കൾ അത് ഉന്നയിക്കുകയാണെങ്കിൽ ആക്ഷേപത്തിന് അർഹമാകുന്നു എന്നും പറയുമ്പോൾ അതിൽ ഒരു അസാംഗത്യം നാം കാണണം. എന്നാൽ ഇസ്ലാം പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വരുന്ന ഏത് വെളിപാടിനെയും സ്വീകരിക്കണം, അതാണ് മോക്ഷത്തിന് കാരണമെന്നാണ്. മുഫ്ലിഹ് ആയിത്തീരുന്നത് ഒബിൽ ആഖിറത്തിഹും യുഖിനൂൻ, പിന്നീട് വരുന്ന വഹികളിൽ കൂടെ വിശ്വസിക്കുമ്പോഴാണ് എന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യം തന്നെ എടുത്തു പറയുന്നു. അതല്ലാതെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ന് മാത്രമല്ല, ഇസ്ലാം എന്താണോ പറയുന്നത് അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ന് അർത്ഥമാക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് വരുന്ന ഏത് വെളിപാടും അത് അള്ളാഹു പുതുതായിട്ട് നൽകുന്നതാണെങ്കിലും പഴയതാണെങ്കിലും ആ വെളിപാടനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതേസമയത്ത്
തങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമാണ് മോക്ഷത്തിനും സ്വർഗത്തിനും അവകാശികളാക്കി തീർക്കുന്നത് എന്ന് വാദിക്കുന്ന ഓരോ മതസ്ഥരും, അത് ജൂതരാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഇതുവരെ മുസ്ലിങ്ങളിൽ ഉള്ള ആളുകളാവട്ടെ, അതിനെ വീണ്ടും സങ്കുചിതപ്പെടുത്തുകയും ഓരോ കക്ഷികളും തങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിന് അവകാശികളെന്ന് വാദിക്കുകയും ചെയ്തു. അതോടുകൂടി മറ്റെല്ലാ ഇൽമിന്റെ അന്വേഷണത്തിന്റെ മേഖലകളെയും അടച്ചിടുകയാണ് ചെയ്യുന്നത്. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് നജാത്ത് എന്ന ഗ്രന്ഥത്തിലല്ല, തഫ്സീർ കബീറിന്റെ ആദ്യ വാള്യത്തിലാണ്. അപ്പൊ ഞാനിത് കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, മറ്റു മതങ്ങൾ നജാത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്, മോക്ഷത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുസ്ലിം മതം ഇക്കാര്യം അവതരിപ്പിക്കുന്നത്. വെറും ഇസ്ലാം നജാത്തിന്റെ മതമാണ് എന്ന് മാത്രം പറയാം, മോക്ഷത്തിനുള്ള വഴിയാണ് എന്ന് മാത്രമല്ല പറയുന്നത്. മറ്റു മതങ്ങൾ എന്ത് പറയുന്നു അതിനെയും സത്യസന്ധമായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു മതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ സത്യസന്ധമായി അതിനെ സമീപിക്കുകയും വിശ്വസ്തയോടുകൂടി അതിനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ഒരാൾക്ക് പറയാൻ കഴിയും താൻ വിശ്വസിക്കുന്നത് മാത്രമാണ് മോക്ഷത്തിനുള്ള മാർഗം. അതായത് താൻ വിശ്വസിക്കുന്നത് മാത്രമാണ് മോക്ഷത്തിനെന്ന് പറയുമ്പോൾ അതിൽ സത്യസന്ധനായിരിക്കണം, ആൾ വിശ്വസ്തനായിരിക്കണം. അതല്ലാത്ത നിലയിൽ മറ്റുള്ളതിനെ എതിർക്കുമ്പോൾ ഒരു സംഗീത മനോഭാവത്തോടുകൂടി മോക്ഷം എന്നത് മൊണോപ്പൊളിയാണ്, തങ്ങളുടെ കുത്തകയാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അറിവിന്റെ മേഖലയെ തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല മനുഷ്യർ തമ്മിലുള്ള ഫസാദുകളും കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നത്. ഇവിടെ ഒരു തുറന്ന ചർച്ചയാണ് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ മോക്ഷത്തിനെ കുറിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഈ ലോകത്തും പരലോകത്തും ലഭ്യമാകേണ്ട മോക്ഷമാണ് എന്നും ഈ ലോകത്തുള്ള മോക്ഷത്തെക്കുറിച്ച് മറ്റു മതസ്ഥർ എന്തെല്ലാം പറയുന്നു, ഉദാഹരണമായിട്ട് ഹൈന്ദവ അതല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മതങ്ങൾ, അത് ഹിന്ദുമതമാകട്ടെ ജൈനമതമാകട്ടെ ബുദ്ധമതമാകട്ടെ, ഈ ലോകത്ത് നിന്ന് മോക്ഷം സിദ്ധിക്കുക എന്നുള്ളത് അവർ നിഷേധിക്കുന്ന ഒന്നാണ്. കാരണം പുനർജന്മ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾക്ക് ഇവിടുന്ന് മോക്ഷം അവൻ ലഭിക്കുന്നില്ല, വീണ്ടും ജന്മം എടുത്തുകൊണ്ട് ഒരു ദീർഘകാലം കഴിഞ്ഞു പോകേണ്ടിയിരുന്നു. അതും ഒരു ശാശ്വതമായിട്ട് പൂർണ്ണമുക്തി ലഭിക്കുകയാണെങ്കിൽ തന്നെ, മുഴുലോകത്തിൽ ലഭിക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും അവർ പരീക്ഷണത്തിന് വിധേയനാക്കപ്പെടും, രണ്ടാമതും അതിന്റെ ചക്രം സൈക്കിൾ ആരംഭിക്കുമെന്നാണ് ഈ മത തത്വശാസ്ത്രങ്ങൾ നമ്മോട് പറയുന്നത്. അതേസമയത്ത് ക്രിസ്തുമതവും യഹൂദമതവും ഒരു പരിധിവരെ മനുഷ്യർ ഈ ലോകത്ത് നിന്ന് തന്നെ മോക്ഷം ലഭിക്കുന്നുവെന്നും പരലോകത്തെ മോക്ഷത്തെക്കുറിച്ചും വാദിക്കുന്നുണ്ട്. അതിൽ ഇസ്ലാമിന്റെ വീക്ഷണം എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. മനുഷ്യന് എന്തിൽ നിന്നെല്ലാമാണ് മോക്ഷം ലഭിക്കേണ്ടത്, മോക്ഷത്തെ അല്പൊന്ന് വകഭേദങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊന്ന് ഭൗതികമായിട്ടുള്ള ദുന്യവിയായിട്ടുള്ള ലൗകികമായിട്ടുള്ള ശിക്ഷകളിൽ നിന്നുള്ള മോചനം, പിന്നെ അങ്ങനെയുള്ള ശിക്ഷകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അതില് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അതിന്റെ 6 ഘടകങ്ങളെ എടുത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ ഇന്ന് അതിനെ ആവർത്തിക്കുന്നില്ല. ആ 6 ഘടകങ്ങളിലുമുള്ള മോക്ഷം എങ്ങനെയെന്ന് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് മുസ്ലിം മൗദൂദ് പറഞ്ഞ ഭാഗങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിൽ ആദ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞത്, മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഇസ്ലാം പറയുന്ന കാര്യത്തിൽ മനുഷ്യന് ഭൗതികമായ നിലയിൽ വരുന്ന എല്ലാ വിഷമങ്ങളും കഷ്ടങ്ങളും ശിക്ഷകളല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഭൗതികമായ നിലയിൽ ഒരാൾക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും വരുന്നുവെങ്കിൽ അത് ശിക്ഷയാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതിന് കാരണം ഭൗതികമായി നമുക്ക് വരുന്ന ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായി വരുന്നതല്ല. ശിക്ഷ എന്ന് പറയുമ്പോൾ ദൈവകോപത്തിന് വിധേയമായി അനുഭവിക്കുന്ന കഷ്ടങ്ങളാണ്. അല്ലാത്ത നിലയിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞത് തന്നെയാണ് ജീവിതം. അത് ഇല്ലെങ്കിൽ
മനുഷ്യനുണ്ടാകാം, മനുഷ്യൻ ആ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയുള്ളൂ ചെയ്യുക, എങ്ങോട്ട് മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. അതിനെക്കുറിച്ച് മുസ്ലിം റളിയല്ലാഹു തആല പറയുന്നത് എന്തിനാണ് ഭൗതികമായിട്ട് മനുഷ്യന് കഷ്ടപ്പാടൊക്കെ വരുന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന് മുസ്ലിം റളിയല്ലാഹു തആല പറഞ്ഞത് മനുഷ്യന്റെ പദവികൾ ഉയർത്തുന്നതിന് വേണ്ടി, അവൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുരോഗതി ലഭിക്കുന്നതിന് വേണ്ടി അവന് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഭൗതികമായിട്ട് ഒരു കഷ്ടപ്പാടും ഇല്ലെങ്കിൽ ലോകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, തമ്മിൽ എല്ലാവരും ഒരേപോലെ ഉണ്ടാവും. അപ്പോൾ ഒരാൾ അധ്വാനിക്കുമ്പോൾ സാമ്പത്തികമായ നിലയിലാണ് അധ്വാനിക്കുന്നതെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാവുന്നു. വൈജ്ഞാനികമായി അധ്വാനിക്കുമ്പോൾ വൈജ്ഞാനികമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതേപോലെ ഏത് രംഗത്താണ് ഒരാൾ അധ്വാനിക്കുന്നത്, അയാൾ കഷ്ടപ്പെടുന്നത്, അയാൾ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത്, അതനുസരിച്ച് അയാളുടെ ആ രംഗത്ത് അയാൾക്ക് പുരോഗതികൾ ഉണ്ടാവുന്നു. അതിനുവേണ്ടി ഭൗതികമായിട്ട് കഷ്ടപ്പാട് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കാം, ഈ കഷ്ടപ്പാട് വെക്കാതെ തന്നെ അള്ളാഹ് തന്നുകൂടെയുണ്ട്. മനുഷ്യന് കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടൊരു കാര്യം വരുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള വിലയും അതേപോലെ അതിനോടുള്ള സ്നേഹവും ആ പരസ്പര ബന്ധവും ഉണ്ടാകുന്നത്. ആ ബന്ധവും സ്നേഹവും അതിനെക്കുറിച്ചുള്ള വാല്യൂവും ഇല്ലാതെ ഒരാൾക്കൊരു കാര്യം കൊടുത്തുകൊണ്ട് അതിന്റെ യഥാർത്ഥ എൻജോയ്മെന്റ് അയാൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയ്ക്ക് പഠിച്ച് ജയിച്ച് ഒരു നല്ല സ്ഥാനത്തെത്തുമ്പോൾ തനിക്ക് ആ എത്തിയ സ്ഥാനത്തെക്കുറിച്ചുള്ള മതിപ്പും ഉണ്ടാവും, അതേപോലെ തന്നെ അതിനോടൊരു ബന്ധവും ആത്മബന്ധവും സ്നേഹവും അവൻ ലഭിക്കുന്നു. ഇതേപോലെ കഷ്ടപ്പാടുകൾ നാം സഹിക്കുന്നത് നമ്മുടെ പുരോഗതിക്ക് വേണ്ടിയാണ് ഭൗതികമായിട്ടുള്ളത്. അതേസമയത്ത് ശർഈ ആയിട്ടുള്ള ശരീഅത്ത് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കൽപ്പനകളെ ധിക്കരിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ കഷ്ടപ്പാടിന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതല്ല. അതിന് വിശദീകരണം വരുമ്പോൾ ഞാനത് വ്യക്തമാക്കാം. അത് ശിക്ഷകളായിട്ട് തന്നെയാണ് ലഭിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ചയിൽ വരും. പക്ഷെ ശർഈ ആയിട്ട് അഥവാ ധർമ്മശാസ്ത്രപരമായിട്ട് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പാലിക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഭൗതികമായ കഷ്ടപ്പാടുകൾ, അതും നമുക്ക് നമ്മുടെ പുരോഗതിക്കാണ് എന്ന് കരുതാൻ നിവൃത്തിയില്ല. അത് ഒരാൾ ചെയ്യുന്നത് ഇപ്പൊ അയാൾക്ക് കിട്ടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ആ മറ്റതിന്റെ ശിക്ഷയായിട്ട് പരിണിതിയായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ആ രണ്ട് വ്യവച്ഛേദിച്ച് പിന്നീട് വിശദീകരിക്കാം. ഹുസൂർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ശരീഅത്ത് സംബന്ധമായ ബാദ് തകാലീഫ് തബ്ഈ അഹ്കാം കെ ഖിലാഫ് വർജി की वजह से आती है. ചില കഷ്ടങ്ങൾ വരുന്നത് ഭൗതികമായ നിയമങ്ങളെ, പ്രകൃതി നിയമങ്ങളെ ഉല്ലംഘിക്കുന്നത് കൊണ്ട് വരുന്നവയാണ്. അതും അതേസമയത്ത് ശരീഅത്തിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നത് കൊണ്ട് വരുന്ന കഷ്ടപ്പാടുകളും വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ഒരാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അയാളുടെ വയറ് കേടുന്നാൽ അത് അയാൾക്ക് ശിക്ഷ എന്നല്ല. അത് ഭൗതികമായിട്ടൊരു നിയമമാണ്. ആ നിയമത്തെ ലംഘിച്ചാൽ ഉടനെ കിട്ടുന്ന ഭൗതികമായിട്ട് നടക്കുന്ന ഒരു ചുറ്റുപാടാണ്. അതേസമയത്ത് ഒരാള് അള്ളാഹുവിന്റെ വ്യക്തമായ കൽപ്പനകളെ ധിക്കരിക്കുകയാണെങ്കിൽ, അതിന് മുസ്ലിം ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരാളുടെ മേൽ ശക്തമായിട്ട് ദുൽമ ചെയ്യുന്നു. അയാൾ ഇവിടെ ദുൽമ ചെയ്യുമ്പോൾ അപ്പുറത്ത് അയാളുടെ മക്കൾ മരിക്കുകയോ അതല്ലെങ്കിൽ ആ വിധത്തിലുള്ള ശിക്ഷയ്ക്ക് വിധേയമാവുകയോ ചെയ്യുമ്പോൾ അത് ശരിയായ കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അത് വേറെ തന്നെയാണ്. പക്ഷെ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ വയറ് കേടുകയോ അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് അയാളുടെ ശരീരം വണ്ണം കൂടുന്നതോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് ഭൗതികമായിട്ടുള്ള നിയമങ്ങളെ ധിക്കരിക്കുമ്പോൾ ഭൗതികമായിട്ട് തന്നെ വെച്ചിട്ടുള്ള അതിന്റെ പരിണിതികളാണ്. ഇത് വെച്ചത് മനുഷ്യന് പുരോഗമിക്കാൻ വേണ്ടിയാണ്. അതിൽ അവൻ സന്തുലിതാവസ്ഥ പാലിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റേതായ തിക്തഫലങ്ങൾ അയാൾ അനുഭവിക്കേണ്ടി വരും. മൂന്നാമതൊരു കാര്യം മുസ്ലിം റളിയല്ലാഹു പറഞ്ഞത്, ചില ശിക്ഷകൾ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ചില കഷ്ടപ്പാടുകൾ മനുഷ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കൂല. പ്രധാനമായിട്ടൊരു മാതാവ് തന്റെ കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അതിന് രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ടും പോകില്ല. രാത്രി ഉറക്കൊഴിച്ചിരിക്കുന്ന മാതാവിനോട് കുട്ടിനെയൊക്കെ വലിച്ചെറിഞ്ഞ് പോയി എന്തിനാ കഷ്ടപ്പാടെന്ന് ചോദിച്ചാൽ മിതമായ ഭാഷയിൽ അയാൾ വിഡ്ഢിയാണെന്ന് മാതാവിന് പറയാൻ നിവൃത്തിണ്ടാവും. അതേസമയത്ത് അതിലവര് ഒരു എൻജോയ്മെന്റ് ഉണ്ട്. അവർക്കൊരു സ്വന്തമായിട്ട് താൻ എത്ര നൊന്ത് പ്രസവിച്ചാലും ആ കുട്ടിക്കെടുത്ത് മാറോട് ചേർത്ത് പാല് കൊടുക്കുമ്പോൾ ആ എല്ലാ നോവും അവിടെ വെച്ച് ഇല്ലാതായിത്തീരും. അത് അവർക്ക് അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ്. അതിൽ നിന്നൊരിക്കലും ഒരാൾ മാറി നിൽക്കുകയില്ല. ഇനി മറ്റൊരു സംഗതി മുസ്ലിം റളിയല്ലാഹു ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, ചില
ഭൗതികമായിട്ടുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ശറഈയായ കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ, ശരീഅത്തിന്റെ കൽപ്പനകളെ ധിക്കരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു. ശരീഅത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ധർമ്മശാസ്ത്രമായിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളെ ധിക്കരിക്കുമ്പോൾ. അത് എന്താണെന്ന് മുസ്ലിം അത് വിവരിക്കുന്നു. അറബിമെ ഉൻകോ ഇബ്തിലാക്കാത്തെ, ഈ വിധത്തിൽ വരുന്ന ശിക്ഷകളുണ്ട്. അതായത് ശറഈയായിട്ടുള്ള ചില കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ വരുന്നത് ശിക്ഷകളാണെങ്കിൽ, അത് കൂടാതെയും ശരീഅത്ത് പരമായിട്ടുള്ള കൽപ്പനകൾ പാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചില കഷ്ടപ്പാടുകൾ വരും. ഉദാഹരണമായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. ശരീഅത്തിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് സഹിച്ചല്ല. മഹാത്മാ കൃഷ്ണനാവട്ടെ, രാമനാവട്ടെ, ശ്രീരാമനാവട്ടെ, ശ്രീബുദ്ധനാവട്ടെ, ഹദരത്ത് ഈസാ അലൈഹി ഇസ്ലാം ആവട്ടെ, മറ്റു പ്രവാചകന്മാരാവട്ടെ, അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകൾ അക്കാര്യത്തിൽ സഹിച്ചത്. അതിന് കാരണം അവർ ശരീഅത്തുപരമായിട്ടുള്ള കൽപ്പനകൾ ധിക്കരിച്ചതുകൊണ്ടോ ഭൗതികമായ നിയമങ്ങൾ ഉല്ലംഘിച്ചതുകൊണ്ടോ ഉണ്ടായിട്ടുള്ളതല്ല. അതിനെ ഇബ്തില അഥവാ പരീക്ഷണം എന്ന പേരിലാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതില് ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സമയത്തിന്റെ പരിമിതിയും കാരണം ചിലത് ഞാൻ വിട്ടുകൊണ്ട് ഓടിച്ചു പറഞ്ഞിരുന്നു. അതിനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വന്നാലും ആ കാര്യം വ്യക്തമാകുന്നതിന് വേണ്ടി അത് തമ്മിലുള്ള വ്യത്യാസം എടുത്തു പറയേണ്ടതുണ്ട്. ശിക്ഷയും അതേപോലെ തന്നെ പരീക്ഷണവും തമ്മിലുള്ള വ്യത്യാസം എങ്കിലേ അടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമാവുകയുള്ളൂ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിടുകയും ചെയ്തു, സമയത്തിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട്. ഈ മുസീബത്തുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും മനുഷ്യന് വരുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ് എന്ന് മുസ്ലിം റളിയല്ലാഹു തആല പറഞ്ഞു. മനുഷ്യന് പരീക്ഷണങ്ങൾ വരുന്നത് 4 കാരണങ്ങളാലാണ്. അതിലൊന്ന് സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് അവനവന് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇതിന്റെ ഭൗതികമായ വശം കൂടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. മനുഷ്യന് കിട്ടാവുന്ന നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ പരമോന്നതമായിട്ടുള്ള അനുഗ്രഹം വിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു തരുന്നത് വിശ്വാസമാണ്. അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണെങ്കിലും, പ്രവാചകരിലുള്ള വിശ്വാസമാണെങ്കിലും, മലക്കുകളിലെ വിശ്വാസമാണെങ്കിലും, പരലോകത്തുള്ള വിശ്വാസമാണെങ്കിലും, മനുഷ്യന്റെ ഈമാനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നിഅമത്ത്. ഒന്നുകൂടെ അതിനെ അടിത്തട്ട് ഏറ്റവും താഴത്തെ ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നിഅമത്ത്. ചില ആളുകൾക്ക് തന്നെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവില്ല, അവർക്ക് എവിടെ വിജയിക്കാൻ കഴിയില്ല. തന്റെ തിന്മകൾ അള്ളാഹു പൊറുക്കുമോ എന്നൊരാൾക്ക് വിശ്വാസമില്ല എന്ന് വിചാരിക്കട്ടെ. അള്ളാഹുവിന്റെ വാസിഉൽ മഗ്ഫിറ, എല്ലാ പാപങ്ങളെ എത്ര വലിയ പാപം ചെയ്താലും അതിനേക്കാൾ വസിയാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അതിനേക്കാൾ പ്രവിശാലമാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്. അതിനെക്കുറിച്ചുള്ള വിശ്വാസമില്ല. തനിക്കുള്ള പൊട്ടൻസിയും തനിക്കുള്ള കഴിവുകളും തനിക്കുള്ള ശക്തികളും വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ചെറിയ പേടി, സംസാരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇന്ന വാതിൽ തുറക്കാൻ പേടി നിന്നാടോ തുറക്കാൻ പറ്റില്ല. ഒരു ഭൂതത്തെ പേടിയുള്ള ഒരാളോട് ഒരുത്തൻ പറഞ്ഞു, മോളിന്ന് ഇറങ്ങി വരുമ്പോ രണ്ടാമത്തെ തട്ടിൽ നിന്ന് താഴേക്ക് കോണി ഇറങ്ങി വരുമ്പോ പുറകിൽ ഒരാൾ വരും. അപ്പൊ ഓടും ആള്. അപ്പൊ അതിനെന്താ മാർഗം എന്ന് വെച്ച് തിരിഞ്ഞു നോക്കുക, ആരാ വരുന്നു നോക്കുക, കഴിഞ്ഞു പണി. അതിനുള്ള ധൈര്യമില്ല. തന്നെ കുറിച്ച് അതിനെ അഭിമുഖീകരിക്കണം എന്നുള്ള തനിക്കുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് പിന്നാലെ ഓടുന്നത്. വാസ്തവത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ വിശ്വാസം തന്റെ കഴിവുകളെക്കുറിച്ച്, തനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, തനിക്ക് അള്ളാഹുവിന് തരാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശ്വാസമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ നിർത്തില്ല. പലപ്പോഴും മതപരമായ കാര്യങ്ങൾ പറയും, ഞാനിപ്പോ വലിയാകാൻ പോവാം. സാധാരണ ഇത് സംസാരത്തിന് മുഴച്ചുകണം. നമ്മളത്ര വലിയ ആൾക്കാരൊന്നും അല്ല, അല്ലെ നമ്മൾ വലിയ ആൾക്കാരാവൂല. നമ്മൾ പാപങ്ങളിൽ നിന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് മുക്തമൊന്നും ആവൂല എന്നിങ്ങനെ സ്വയം ഒരു ആത്മഗതം ചില സമയങ്ങളിൽ പ്രത്യക്ഷത്തിൽ ഇറങ്ങി വരും. അതിന് കാരണം തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ മനസ്സിൽ അലട്ടുന്നത് കൊണ്ട് ഒരു പ്രൊജക്ഷൻ എന്ന നിലയിൽ അത് പുറത്തേക്ക് വരുന്നു, അത് പുറത്തേക്ക് ചാടുന്നു. ആ ഒരു ഒരാൾ നമുക്ക് ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ
നമ്മളെ കണ്ടുവരുന്ന നമ്മുടെ കുട്ടികളുടെ വിശ്വാസം ഉണ്ടാവും. ഇപ്പൊ കുട്ടികളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണം. നമുക്കേ അതില്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കാൻ പറ്റില്ല. പണ്ട് ടീച്ചർ പാടെടുക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഇങ്ങനെ വിവരിക്കാൻ ശക്തിയായിട്ട് വിവരിച്ച് അങ്ങനെ ബോംബ് അവിടുന്ന് വരുന്നു, ഇവിടുന്ന് പിന്നെ വെടിവെട്ടുന്നു, അങ്ങനെ ഭയങ്കര ധൈര്യത്തിൽ ഇങ്ങനെ പറയണം. അപ്പൊ ഒരു കുട്ടി താഴത്തുനിന്ന് സർ പാമ്പ് എന്ന് പറഞ്ഞു ഒറ്റോടി ക്ലാസ് വിട്ടുന്ന ഒറ്റോട്ടോ. സംഗതി കോമഡി ആയിട്ട് ചിത്രീകരിക്കപ്പെട്ടതാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ള ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ നോക്കില്ല, പെട്ടെന്ന് അടിയിൽ കയറി വരും. അപ്പൊ ആ ഒരു അവസ്ഥ ആദ്യം പറഞ്ഞത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, മനുഷ്യന് അള്ളാഹ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ വിശ്വാസമാണ്. ആ ഈമാൻ ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് പരീക്ഷണങ്ങൾ എപ്പോഴും തരും. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു പെണ്ണ് മരിക്കാനായപ്പോഴേ, കുട്ടി മരിക്കാനായപ്പോ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്ത് എന്റെ ആയുസ്സിൽ കുട്ടിക്ക് കൊടുക്കണേ. അവസാനം ഒരു മൃഗത്തെ കണ്ടപ്പോൾ അസ്രായിലാന്ന് വിചാരിച്ച് പേടിച്ചിട്ട് പറഞ്ഞു, കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അതവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഇന്നാളാണ്. കാരണം അത് കുട്ടിനോടുള്ള സ്നേഹം കൊണ്ട് അയാൾ പറയുമ്പോൾ തന്റെ ആയുസ് പോകുന്നു വിചാരിച്ചിട്ടില്ല. പക്ഷേ താൻ റിയലായിട്ട് തന്നെ മനസ്സിൽ പിന്നെ ആത്മാർത്ഥമായി തന്നെ തന്റെ കുട്ടിക്ക് ഇത് കൊടുക്കണമെന്ന് ദുആ ചെയ്ത് തന്നെയാണ്. പക്ഷെ ജീവൻ എടുക്കുന്ന പ്രശ്നം വന്നപ്പോഴാണ് അറിയുന്നത് ഇത്ര പണികളാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ ജീവൻ എടുക്കുന്നതിൽ എന്താണ് എന്നുള്ളത് അതിന് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹ് ഇങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക്. അപ്പൊ ആ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പം ഒരിക്കൽ നമ്മളോട് ഒരു അഹമ്മദി കേരളത്തിൽ തന്നെ ജമാഅത്തിലുള്ള ഒരു വലിയ ധനാഢ്യനായ ഒരു ആളെ എന്നോട് വെറുതെ പള്ളിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചത് നിസ്കരിക്കൽ ഒരു പ്രശ്നമല്ല, എപ്പോഴെങ്കിലും നമുക്ക് നിസ്കരിക്കാലോ. അല്ല സോറി, ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചത് നിസ്കരിക്കലാണ് ഏറ്റവും പ്രശ്നം, പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാലോ. കാരണം പൈസ വരുമ്പോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നിസ്കരിക്കലും അന്തിക്ക് എണീക്കലും ഭക്ഷമാണെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് പൈസ അത്യാവശ്യമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് പണി പൈസ കൊടുക്കലാണ്. നിസ്കരിക്കൽ ഇപ്പൊ അന്തിക്ക് ആർക്ക് വേണമെങ്കിൽ നീച്ച് നിസ്കരിച്ചൂടെ എന്നായിരുന്നു. കാരണം അന്തിക്ക് ബേജാറുണ്ടെങ്കിൽ തന്നെ നീച്ച് നിസ്കരിച്ചോളൂ, അതിന് പണിയൊന്നുമില്ല. വസീഫെന്ന് പറഞ്ഞൊരു വാക്കാണ്, ബേജാറില്ലാത്തവനാണ് കടന്നുറങ്ങില്ല. വേറെ പ്രശ്നമൊന്നുമില്ലാത്തവന് കടന്നുറങ്ങും. അല്ലെങ്കിൽ പ്രശ്നത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടാവും, പൊട്ടന്മാർ അങ്ങനെ ഉണ്ടാവില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അറിയാത്തവരുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ പ്രശ്നം അവിടുന്നാണ് പരിഹരിക്കാൻ അറിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഞാൻ അത് തിരിച്ചു വരികയാണ്. അപ്പൊ ഒരാൾ പറയുന്നത് തനിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് പൈസ കൊടുക്കലാണ് പ്രശ്നം എന്ന് വിചാരിച്ചിരുന്നു, നിസ്കരിക്കല് പ്രശ്നമായിരുന്നു അന്ന്. പൈസ കൊടുക്കൽ പ്രശ്നമായപ്പോഴാ പൈസ കയ്യിൽ വന്നപ്പോഴാണ്. അപ്പത് കൊടുക്കുമ്പോൾ അപ്പുറത്തെ പ്രശ്നങ്ങൾ ഇപ്പുറത്തെ പ്രശ്നങ്ങൾ, അവിടെ കുറവ് ഇവിടെ കുറവ് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ മനുഷ്യന്റെ കയ്യിൽ എന്താണോ അവന്റെ വിശ്വാസം, ആ വിശ്വാസത്തെ അവന് ബോധ്യപ്പെടുത്തുന്നത് അതിനാൽ പരീക്ഷിക്കപ്പെടുമ്പോഴാണ്. ഇപ്പൊ ചില ആളുകൾ പിന്നെ ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് വാശിയേറിയ വീരോടുകൂടി വാദിക്കാറുണ്ട്. പക്ഷെ യുദ്ധത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാൻ വന്നിട്ടുണ്ട്. കാണാൻ എന്റെ കഥ സ്വാതന്ത്ര്യ സമരം കേൾക്കുമ്പോൾ ഞാനും പോയി യുദ്ധം ചെയ്യുന്നു പറയും. പക്ഷെ അതിനുവേണ്ടി ആളെ പിടിക്കാൻ വന്നാലായിരിക്കും ആരൊക്കെ അവിടെ ഉണ്ടാവും എന്നറിയാം. ഈ ഒരു നില അറിയുന്നതിന് വേണ്ടി നമുക്ക് നമ്മെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നാം പരീക്ഷണങ്ങളിൽ അകപ്പെടുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഒരാൾ പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്നത് അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർ ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യാം. അയ്യൂബ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ബൈബിൾ വിവരിക്കുന്നത് അദ്ദേഹത്തിന് ഭൗതികമായിട്ട് ഉന്നതമായ അധികാരങ്ങളും ശക്തികളും ഉണ്ടായിരുന്നു. അപ്പൊ ഷെയ്ത്താന് ഒരു സംവാദ രൂപേണ അത് അള്ളാഹു വിവരിക്കുകയാണ്. പിന്നെ ഷെയ്ത്താൻ പറഞ്ഞു, അങ്ങനെയൊക്കെ സൗകര്യങ്ങളുണ്ട് ആൾക്കൊന്നും ചെയ്യാം, ആ സൗകര്യങ്ങൾ എടുത്താൽ കാണാം അള്ളാഹുവിനെ അങ്ങനെ ശുക്ർ ചെയ്യുന്നു. അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് തന്നെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന അയ്യൂബ് ഇതാണെന്ന് കാണിച്ചു കൊടുത്തു. മറ്റത് നമ്മുടെ ഈമാൻ നമുക്ക് മനസ്സിലാക്കി തരാനായിരുന്നു, മറ്റൊന്ന് ഈമാനുള്ളവരാരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു. സാഹിബ് അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദിന്റെയൊക്കെ ഷഹാദത്തൊക്കെ, ഷഹാദത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു വരിച്ചത് ലോകത്താർക്കും ഈ ഷഹാദത്തിനെ മറികടക്കാൻ സാധിക്കില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ സത്യവാനാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ച ആളാണ്. അപ്പൊ ചില സത്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അതായത് അവർ യഥാർത്ഥ ദാസന്മാരാണ് അള്ളാഹുവിന്റെ എന്ന് മറ്റുള്ളവർക്ക്, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവർക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി ചില പരീക്ഷണങ്ങൾ അകപ്പെടുന്നു. അതിൽ അവർ സന്തോഷിക്കുന്നവരാണ്.
അതിനെന്താണ് കാരണം ഞാൻ പിന്നെ അവസാന നജാത്തിന്റെ യഥാർത്ഥ നജാത്ത് എന്താണെന്ന് ഈ 6 തരത്തിലുള്ള നജാത്തിനെ കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ അത് വിവരിക്കുമ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അതോടൊപ്പം തിരിച്ചു വരാൻ കഴിയില്ല. മൂന്നാമത്തേത് നേരത്തെ ഞാൻ മറ്റേ കാര്യത്തിൽ വിവരിച്ചതുപോലെ തന്നെ, ശിക്ഷയുടെ കാര്യത്തിൽ വിവരിച്ചതുപോലെ തന്നെ, നമ്മുടെ അള്ളാഹുമായിട്ടുള്ള സ്നേഹം വളരുകയും അതിൽ അള്ളാഹുവിനോട് സ്നേഹം കൂടി വരികയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പരീക്ഷിക്കാറുണ്ട്. കാരണം പരീക്ഷണത്തിൽ അകപ്പെട്ട് നമ്മൾ അങ്ങേയറ്റം ആരുമില്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ അവിടെ വെച്ച് അള്ളാഹുവിന്റെ കരങ്ങൾ വരുന്നത് നമ്മൾ കാണണം. അത് അള്ളാഹുവിനോടുള്ള സ്നേഹം വളരുന്നതിന് കാരണമായി തീരുന്നു. അതിനുവേണ്ടി നമ്മൾ പരീക്ഷണത്തിൽ അകപ്പെടാറുണ്ട്. ഇത് സാധാരണ വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകാവുന്ന ഒന്നാണ്. നാലാമത്തത് മുസ്ലിം മദ്റഹു പറയാണ്, ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ അയാൾ കഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടനുസരിച്ചിട്ട് അള്ളാഹു അയാളെ ഉയർത്തും. അപ്പൊ ആ ഉയർച്ച അയാൾക്ക് ലഭിക്കണമെങ്കിൽ ആ കഷ്ടപ്പാടുള്ള അനുഭവിക്കണം. മുസ്ലിമോദിന്റെ ജീവിതത്തിൽ കണ്ടൊരു സംഗതിയുണ്ട്. ഇപ്പോ സ്റ്റാഫുകൾ മുസ്ലിമോദിന്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റാഫുകളിൽ ഒരാളെ, ഇപ്പോ ഒരു ഓഫീസർ അസിസ്റ്റന്റ് ഓഫീസറായിട്ടുള്ള ഒരാളെ നാളെ ഓഫീസറാക്കണമെങ്കിൽ മുസ്ലിമർ ഇല്ലാത്ത ഒരാളെ ആദ്യത്തെ ദിവസം സാധാ പ്യൂണാക്കി മാറ്റും. 1 മാസം അയാൾക്ക് പ്യൂണിന്റെ പണിയാണ്. അസിസ്റ്റന്റ് ഓഫീസറെ നേരെ തരം താഴ്ത്തിയിട്ട് സാധാ പ്യൂണിന്റെ പണി കൊടുക്കും. അപ്പൊ അയാള് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മുസ്ലിമോ നോക്കും. അതിനുശേഷം പിന്നെ കൊടുക്കുന്നത് ഉദ്യോഗ കയറ്റായിരിക്കും, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മേലുള്ള കയറ്റം. അതെന്തിനാണ് തോന്നുന്നത്? ഇയാളുടെ യഥാർത്ഥ നില ജമാഅത്തിനോട് എങ്ങനെയാണ്? അയാൾ സ്വന്തം സ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണോ അതോ ആത്മാർത്ഥമായിട്ട് മനുഷ്യ സേവനത്തിന് ഇറങ്ങിയ ആളാണെന്ന് മുസ്ലിം അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താറുണ്ടായിരുന്നുവെന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ച ചില ആളുകൾ എന്നോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു ചില സമയങ്ങളിൽ ഇത് മനസ്സിലാക്കാനുള്ള സംഗതി, നമ്മൾ ചിലപ്പോൾ തീക്ഷ്ണമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ ചെന്നെത്തുമ്പോൾ, ഉദാഹരണമായിട്ട് ഒരാൾ വളരെ നിന്ദ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തരം താഴ്ത്തപ്പെട്ടാൽ അള്ളാഹു പെട്ടെന്ന് അയാളെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വന്ധ്യമായ അവസ്ഥയിലേക്ക് എത്തിക്കും. ഇങ്ങനെയും പരീക്ഷണങ്ങൾ വരാറുണ്ട്. അവന്റെ ദർജാത്ത്, അവന്റെ പദവികളെ ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹു അവനെ താഴെ ലെവലിലും മുകളിലെ ലെവലും ഒരുപോലെ നിർത്തി കാണിച്ചു കൊടുക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് പരീക്ഷണത്തിനുള്ളത്. ഇനി പരീക്ഷണങ്ങളും ശിക്ഷകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 4 കഴിഞ്ഞ തവണ പറഞ്ഞത്, ബാക്കി 2 കൂടെ ഇപ്പോൾ എടുത്ത് പറയാം. ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന്, പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെ വിഷമമുണ്ടാവണം. ശിക്ഷയാണെങ്കിലും ഉണ്ടാകുക വിഷമാണ്, പരീക്ഷ ഉണ്ടായാലും വിഷമമുണ്ടാവുക. പക്ഷേ പരീക്ഷണം ഉണ്ടാകുന്ന സമയത്ത് ശിക്ഷയാണ് എങ്കിൽ ഒറ്റയടിക്കത് ആള് നശിച്ചു. ഇപ്പോ യുദ്ധത്തിൽ പലതവണ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേറ്റു, പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു. അബൂജഹലിന് ഒറ്റ തവണ ഉണ്ടായിട്ടുള്ളൂ, അപ്പൊ തന്നെ ചത്തുപോയി. അപ്പൊ ശിക്ഷ വരികയാണെങ്കിൽ ആ ശിക്ഷയോടുകൂടി അയാൾ നശിക്കും. അത് പരീക്ഷണമല്ല. ശിക്ഷയോടുകൂടി അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അത് അയാൾക്ക് പരീക്ഷണമാണ്. ഇനി മറ്റൊന്ന്, ശിക്ഷ വരുന്ന സമയത്ത് അതിൽ നഷ്ടങ്ങൾ കൂടുതലായിരിക്കും, ലാഭങ്ങൾ കുറവായിരിക്കും. പാകിസ്ഥാനിലൊരു വലിയൊരു ചെരുപ്പ് വ്യാപാരിയുടെ ഫാക്ടറിക്ക് തീ കൊടുത്തു 974. അക്കാലത്ത് സത്യദൂതൻ പാക്ഷികം എന്ന് പറഞ്ഞിട്ട് 15 ദിവസത്തിൽ ഇത് ഇറങ്ങാറുണ്ടായിരുന്നു. അതിൽ നമ്മൾ വായിച്ചത് ഇപ്പോഴും ഓർക്കും, കുട്ടിക്കാലത്ത് വായിച്ചാണ്. അപ്പൊ അദ്ദേഹം പൊട്ടിച്ചിരിക്കുക ചെയ്തു. ശത്രുക്കൾ വന്ന് ഫാക്ടറിക്ക് തീ കൊടുക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചു. അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിന് മുമ്പ് കലാപം നടന്നപ്പോൾ എനിക്കൊരു ചെറിയ കടയാണ് ഉണ്ടായിരുന്നത്. അത് കത്തിയപ്പോൾ വലിയ കടകൾ അള്ളാഹു തന്നു. അതിനുശേഷം പിന്നീട് കലാപം നടന്നപ്പോൾ അതും കത്തിച്ച് ജനങ്ങളെ. അതിനുശേഷം പിന്നെ എനിക്ക് കിട്ടിയത് ഫാക്ടറിയാണ്. അപ്പൊ ഇതും കത്തിച്ച ഇനി അള്ളാഹ് എനിക്കത് തരുന്നതെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ചിരിച്ചു പോയതാണ്. ഇവർ എന്ത് പൊട്ടന്മാരാണ്. പക്ഷെ എങ്ങനെയാണ് അത് മനസ്സിലാകുന്നത് എന്ന് ലാസ്റ്റ് സമയത്ത് പറയാം. അവരത് കാണുന്നുണ്ട്. ഇതൊരു ഇമാജിനേഷൻ അല്ല. അവര് ആത്മീയമായ ലോകത്ത് അതിനെ നഗ്നഗോചരങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടാണ് അത് പറയുന്നത്. അത് നജാത്തിന്റെ യഥാർത്ഥ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ വിവരിക്കുന്നതാണ്. മറ്റ് ഒരു അടയാളം, മൂന്നാമത്തെ അടയാളം പറഞ്ഞത്, അള്ളാഹു ആരുടെ മേലാണോ ശിക്ഷ ഇറക്കുന്നത് അവൻ അങ്ങേയറ്റ ഹതാശയും അങ്ങേയറ്റത്തെ പരാജയബോധവും ഉണ്ടാവും.
അതേസമയത്ത് പരീക്ഷിക്കപ്പെടുന്ന ആൾക്ക് ഹതാശയോ പരാജയബോധമോ ഉണ്ടാവുകയില്ല. അവന്റെ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? അവൻ അങ്ങേയറ്റം ദുർബലനാണ്, എല്ലാ വിധത്തിലും വിഷമിക്കുന്നവനാണ്, തനിക്ക് യാതൊരു കഴിവില്ല എന്നൊക്കെ അവൻ അറിയാം. പക്ഷെ സർവശക്തനായ റബ്ബാണ് എന്റെ പിന്നിലുള്ളത് എന്ന അവബോധമാണുണ്ട്. അള്ളാന്റെ കുദറത്തുകളെ കുറിച്ചുള്ള അവബോധം അവനുണ്ടാവും. അതുകൊണ്ട് താൻ എത്ര ദുർബലനാണെങ്കിലും ശക്തമാനായ റബ്ബ് എന്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം അയാൾക്കുണ്ടാവും. ശിക്ഷ ഇറങ്ങുന്ന ആൾക്ക് ആ വിശ്വാസം ഉണ്ടാവില്ല. അയാൾ ഹദാസ്, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു പോയാൽ ഞാൻ നശിച്ചു പോയല്ലോ എന്ന ചിന്തയാണ് അയാൾക്കുണ്ടായിരിക്കുക. നാലാമത്തെ കാര്യം, മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ശിക്ഷയിൽ നിന്ന്. പക്ഷെ വീണ്ടും അതിനേക്കാൾ വലിയ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കും. അതേസമയത്ത് പരീക്ഷണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായങ്ങൾ അവൻ ഇറങ്ങുകയും അതിന് അവൻ പതിയെ രക്ഷപ്പെട്ട് പഴയ നിലയിൽ നിന്ന് പുതിയ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ ലക്ഷണം, തനിക്ക് പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു എഹ്സാസെ ബല, തന്റെ പേരിൽ എന്താലാക്കിന് ഇത് വന്നു. അങ്ങനെ ചില ആൾക്കാർ പറയും. ശിക്ഷ ഉണ്ടായി കഴിയുമ്പോൾ പറയും, ഞാനെന്ത് തെറ്റ് ചെയ്ത്, എനിക്ക് ഇവിടുന്ന് ഇത് കോട കയറി വന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതാണ് കുഴപ്പം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു, താൻ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് തന്നെ ഒരു ശിക്ഷയാണ്. എങ്ങനെ? 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയണേ, എനിക്ക് MA പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയും, എനിക്ക് അറിയാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് അവന് ശിക്ഷ തന്നെയാണല്ലോ. പിന്നെ അവന് പഠിക്കൂലല്ലോ. അവനവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല എന്ന തോന്നൽ അവൻ ഇരുട്ടിലിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ നല്ല വെളിച്ചത്തുനിന്ന് പുറത്തുനിന്ന് ഒരാൾ കയറി വന്നാൽ അകത്ത് റൂമിൽ ഒന്നും അയാൾക്ക് മനസ്സിലാവില്ല. കുറച്ചു നേരം അവിടെ ഇരുന്ന് അയാളെ കണ്ണിന്റെ പീപ്പിൾസ് വികസിക്കുകയും അവിടെയുള്ള വെളിച്ചവുമായി താതാത്മ്യപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങും. ഇതേപോലെ തിന്മയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് നന്മയുടെ ലോകത്തെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയില്ല. അയാൾ വിചാരിക്കും ഞാൻ തിന്മയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അയാളുടെ നഫ്സിനെ കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ് അയാൾ ചെയ്യുന്ന എത്രയാണ് നന്മ, എത്രയാണ് തിന്മ എന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ അയാൾ ഇത് പറയുന്നത് എന്താണ്? ഈ നാലാമത്തെ ലക്ഷണം പറഞ്ഞത് അയാളുടെ അടുത്ത് ശിക്ഷ വരുമ്പോൾ തനിക്ക് എന്തിനു ബല വന്നു, എന്തിനു വിഷമം വന്നു എന്ന് ആലോചിക്കല്ലാതെ, അത് പരീക്ഷണം വരുന്ന ഒരാളാണെങ്കിൽ തനിക്കിത് വന്നത് ഇന്നതിനാണ് എന്ന് അയാൾക്കറിയാം. ഇതിനു ശേഷം എനിക്ക് കിട്ടും. ഒരു ഗർഭിണിയായ സ്ത്രീ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള അവബോധം അതിനുണ്ടാവും. നൊന്ത് പ്രസവിക്കുമ്പോൾ അടുത്ത് കാണാൻ പോകുന്ന കുഞ്ഞിന്റെ മുഖത്തെ എന്റെ മനസ്സിലുണ്ടാവും. അതേസമയത്ത് വെറുതെ ഒരാള് നൊന്തുകൊണ്ട് പ്രസവവേദന വരികയാണെങ്കിൽ അതുപോലത്തെ ഒരു വേദന അനുഭവിക്കുക എന്താണെന്ന് അറിയില്ല. അപ്പൊ ആ ശിക്ഷയും പരീക്ഷണവും തമ്മിലുള്ള ആ വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന തന്റെ മകനെ മരിച്ചോടനെ പറഞ്ഞൊരു വാക്കുണ്ട്, ബുലാനെ വാലാ ഹെ സബ്സെ പ്യാര ഉസീ പേ യേ ദിൽ തു ജാൻ ഫിദാ കർ. അള്ളാഹുവാണ് വിളിച്ചത് എന്റെ മകനെ, ഞാൻ സ്നേഹിച്ച എന്റെ മകനെ. പക്ഷെ അവൻ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ് എന്റെ റബ്ബ്. ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ മക്കളെ കൂട്ടിയിട്ട് പോയാൽ നമ്മൾ ഒരിക്കലും അതിൽ വിഷമിക്കുന്നില്ല. പക്ഷെ ആ കുട്ടിയെ തന്നതും അതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനുമായിട്ട് റബ്ബാണ് കൂട്ടിയിട്ട് പോയത്. അതുകൊണ്ട് ആ റബ്ബിൽ തന്നെ നീ നിന്റെ ഹൃദയത്തെ അർപ്പിക്കുക എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആത്മകഥം പദ്യങ്ങളിലൂടെ വിവരിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ, ഇപ്പൊ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും നഷ്ടം, മസീഹ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ആളുകളുടെ കഥകൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പല തലത്തിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി, ചില ആളുകൾക്ക് ഭൗതികമായ സാധനങ്ങളുമായിട്ടുള്ള കെട്ടുപാടുകൾ കാരണം അത് അവന്റെ അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവന് സഹിക്കാൻ വയ്യാത്ത വേദനയായിരിക്കും. അതേസമയത്ത് ഈ തന്ന സാധനം റബ്ബാണ് തന്നിട്ടുള്ള, റബ്ബിന്റെ അമാനത്താണ്, എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തന്നതാണ് എന്ന് പറയുകയും ആ റബ്ബ് എന്റെ സന്തോഷത്തെ അറിയാവുന്ന എന്റെ റബ്ബ് ആ സന്തോഷമല്ല, എനിക്ക് മറ്റൊരു വിധത്തിലാണ് സന്തോഷം വേണ്ടത്, അതല്ലെങ്കിൽ എനിക്ക് വേണ്ട ദുഃഖം തന്നെയാണ് എന്റെ റബ്ബിന്റെ സന്നിധിയിൽ എന്ന് വിചാരിച്ച് എന്നെ എടുക്കുകയും ചെയ്യുമ്പോൾ അവൻ അതിനെ അമാനത്തായിട്ട് കണക്കൂട്ടുകയും ആ സമയത്താണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ പരീക്ഷണവും ശിക്ഷയും തമ്മിലുള്ള ആ വ്യത്യാസം അതാണ്. പരീക്ഷണമാണെങ്കിൽ അവന് ഈ വന്നിട്ടുള്ള ബല ഹലാക്കായി പോയല്ലോ എന്ന് വിചാരിക്കില്ല, അതെന്റെ റബ്ബ് എനിക്ക് തന്ന ഒരവസ്ഥയാണ്, അത് ഞാൻ ഇഷ്ടപ്പെടും. എന്റെ റബ്ബ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ എനിക്കതാണ് ഇഷ്ടം. അതേ സമയത്ത് സന്തോഷത്തിലിരിക്കലാണ് റബ്ബിന് ഇഷ്ടമെങ്കിൽ അതും ഇഷ്ടമാണ്. ഈ വിഷയത്തിന്റെ ഫൽസഫ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്നാണ് യഥാർത്ഥ ഫിലോസഫി. ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ എത്രയും കൂടുന്നുണ്ടോ അത്രയും മനുഷ്യന് ശിക്ഷകൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് വളരെ വിശദീകരിച്ച് മസീഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിച്ചാൽ ഒരുപക്ഷെ വിഷമമുണ്ടാവും. ഇപ്പൊ നമ്മളുടെ കയ്യിൽ
ഒരു സാധാരണഗതിയിൽ കയ്യിൽ അലക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു ദിവസം വാഷിംഗ് മെഷീൻ വന്നാൽ വാഷിംഗ് മെഷീൻ കേടുവന്ന പിന്നെ ശിക്ഷയാണ്. അത് കയ്യിൽ നിന്ന് പോണതോടുകൂടി ശിക്ഷയാവും. അതേപോലെ തന്നെ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വണ്ടി കൈ കൊടുത്തിട്ടുണ്ട്, പിന്നെ നടക്കേണ്ടി വന്ന ഇടങ്ങാറാണ്. അങ്ങനെ കുറെ ആൾക്ക് നമ്മൾ കാണലുണ്ട് വഴി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് പിന്നെ അവർ ആപ്പാടെ ബേജാറായി പോയി. അപ്പോൾ ഭൗതികമായിട്ട് ഉള്ള സൗകര്യങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ശിക്ഷയായി പരിണമിക്കാവുന്നതാണ് എന്നൊരു തോന്നലുമാണ്. എപ്പോൾ ഇത് അള്ളയല്ല തന്നത് എന്ന് വിചാരം ഉണ്ടെങ്കിലുള്ളൂ. അള്ള തന്നാണ് ഇപ്പൊ തന്ന സൗകര്യം, പിന്നെ സൗകര്യം അത്രേ വിചാരിക്കുന്നുള്ളൂ. ഒരു പ്രശ്നം അതിനകത്തുണ്ടാവില്ല. ആറാമത്തെ ലക്ഷണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് റൂഹാനിയത്ത്, അവന്റെ ആത്മീയമായിട്ട് അള്ളാഹുമായിട്ടുള്ള സാമീപ്യം, അവന്റെ റൂഹാനിയത്ത് കുറയും, ശിക്ഷയാണ്. അങ്ങനെയാണല്ലോ ചില ആളുകൾ പിന്നെ ഞാൻ ദൈവത്തിനെ ഞാൻ ആരാധിക്കൂല, അവനെ പണിയൊക്കട്ടെ എന്ന് പറയുന്നത്, ദൈവത്തെ തെറി പറയുന്ന ആൾക്കാരെ കാണാം. അതേ സമയത്ത് പരീക്ഷണമാണെങ്കിൽ അവന്റെ റൂഹാനിയത്ത് വളരും. എന്റെ റബ്ബ് ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗങ്ങളിൽ ഏതെങ്കിലും ഒരു അംശം നമുക്ക് ത്യാഗങ്ങൾ അനുഭവിക്കാൻ വരുമ്പോഴും ആ റസൂലുള്ളാഹിയുമായിട്ട് ആ കാര്യത്തിലെങ്കിലും എനിക്ക് താദാത്മ്യമുണ്ടല്ലോ എന്ന സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർ അനുഭവിച്ച ഏതെങ്കിലും ഒരു കഷ്ടപ്പാട് നമുക്ക് വന്നു വരുമ്പോഴും അതിലെങ്കിലും എന്റെ റബ്ബ് എന്നെ ആ ആളുകളുടെ കൂട്ടത്തിൽ വെച്ചല്ലോ എന്ന നിലയിൽ സമാധാനമുണ്ടാവും. അതാണ് റൂഹാനിയത്തിന്റെ വളർച്ച. പരിണമിക്കാവുന്നതാണ് എന്നൊരു തോന്നലുമാണ്. എപ്പോൾ ഇത് അള്ളയല്ല തന്നത് എന്ന് വിചാരം ഉണ്ടെങ്കിലുള്ളൂ. അള്ള തന്നാണ് ഇപ്പൊ തന്ന സൗകര്യം, പിന്നെ സൗകര്യം അത്രേ വിചാരിക്കുന്നുള്ളൂ. ഒരു പ്രശ്നം അതിനകത്തുണ്ടാവില്ല. ആറാമത്തെ ലക്ഷണം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് റൂഹാനിയത്ത്, അവന്റെ ആത്മീയമായിട്ട് അള്ളാഹുമായിട്ടുള്ള സാമീപ്യം, അവന്റെ റൂഹാനിയത്ത് കുറയും, ശിക്ഷയാണ്. അങ്ങനെയാണല്ലോ ചില ആളുകൾ പിന്നെ ഞാൻ ദൈവത്തിനെ ഞാൻ ആരാധിക്കൂല, അവനെ പണിയൊക്കട്ടെ എന്ന് പറയുന്നത്, ദൈവത്തെ തെറി പറയുന്ന ആൾക്കാരെ കാണാം. അതേ സമയത്ത് പരീക്ഷണമാണെങ്കിൽ അവന്റെ റൂഹാനിയത്ത് വളരും. എന്റെ റബ്ബ് ഇപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗങ്ങളിൽ ഏതെങ്കിലും ഒരു അംശം നമുക്ക് ത്യാഗങ്ങൾ അനുഭവിക്കാൻ വരുമ്പോഴും ആ റസൂലുള്ളാഹിയുമായിട്ട് ആ കാര്യത്തിലെങ്കിലും എനിക്ക് താദാത്മ്യമുണ്ടല്ലോ എന്ന സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർ അനുഭവിച്ച ഏതെങ്കിലും ഒരു കഷ്ടപ്പാട് നമുക്ക് വന്നു വരുമ്പോഴും അതിലെങ്കിലും എന്റെ റബ്ബ് എന്നെ ആ ആളുകളുടെ കൂട്ടത്തിൽ വെച്ചല്ലോ എന്ന നിലയിൽ സമാധാനമുണ്ടാവും. അതാണ് റൂഹാനിയത്തിന്റെ വളർച്ച. മറ്റത് നേരെ തിരിച്ചായിരിക്കും. മുസ്ലിം റളിയല്ലാഹു 6 അടയാളങ്ങൾ ഞാൻ പരീക്ഷണത്തിന്റെ ഇത് പറഞ്ഞത് മുഴച്ചു നിൽക്കുന്ന വലിയ വലിയ അടയാളങ്ങളാണ്. അതിന്റെ സൂക്ഷ്മമായ വശങ്ങൾ വളരെ വിപുലമാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും ആകാം എന്ന് മുസ്ലിം റളിയല്ലാഹു പറയുന്നു. പല സ്ഥലങ്ങളിലും അത് വേറെ വിവരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. പുസ്തകത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് മോക്ഷം എങ്ങനെ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നു എന്ന് ആദ്യമായിട്ട് നോക്കാം. മുസ്ലിം മതത്തിലെ ഒന്നാമത്തെ മോക്ഷം ഭൗതികമായ വിഷമങ്ങളിൽ നിന്നുള്ള രക്ഷയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിലെ തബീ തക്കാലിഫ്, അതായത് പ്രകൃതിയിൽ കാണുന്ന ചില കഷ്ടപ്പാടുകളുണ്ട്. ഇപ്പം മല കയറണമെങ്കിൽ കഷ്ടപ്പെട്ട് കയറണം, മല ഇറങ്ങണമെങ്കിൽ അതേപോലെ കഷ്ടപ്പെട്ട് ഇറങ്ങണം. ഇങ്ങനെ ഭൗതികമായിട്ട് ഭക്ഷണം കഴിക്കണേ കൈയെടുത്ത് മേലെ വെക്കണേ, കൈയെടുത്തൊന്നും വെക്കാൻ പറ്റില്ല, തന്നെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഭൗതികമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ള ആ കഷ്ടപ്പാടെന്ന് ഒരാൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അന്ന് അയാൾ ചത്തുപോയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ പരിപാടിയൊന്നുമില്ല ആൾക്ക്. അത് ആ കഷ്ടപ്പാട് ഭൗതികമായിട്ട്. അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് ലൈസലിൽ ഇൻസാൻ ഇല്ല മസാ, മനുഷ്യൻ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും അല്ലാതെ ഒന്നും അവന് കിട്ടുന്നില്ല. ഏത് രംഗത്താവട്ടെ നമ്മൾ എന്താണോ അധ്വാനിക്കുന്നത് നമുക്ക് കിട്ടും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ പുസ്തകങ്ങളുമായിട്ട് കെട്ടിമറിഞ്ഞ് അറിവിനെ കുറിച്ച് വലിയൊരു കാര്യമായിട്ട് പുതിയ പുസ്തകം കിട്ടിയ ഭയങ്കര സന്തോഷമായിട്ട് അതിന് അലമാരിയിൽ വെച്ചങ്ങനെ നടക്കുന്ന ഒരാളുടെ മക്കൾ എന്തായിരിക്കും എന്നറിയാം. അവർക്ക് ഭയങ്കര സന്തോഷം വരുന്നത് അവരൊരു പുസ്തകത്തെ കുറിച്ചാണ് കാണുക. അല്ലെങ്കിലോ നല്ലൊരു ബൂട്ട്, നല്ലൊരു പിന്നെ അൽമാരിയിൽ വെക്കുന്ന ഒരു സാധനം, ഇതൊക്കെ ആയിരിക്കും അവർക്ക് വലുത്. ഒരു നല്ല മേക്കപ്പും ഭ്രാന്തും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ മക്കൾ വലുതാകുമ്പോൾ അവർക്ക് വലുതാതായിരിക്കും. അവർ കയ്യിൽ സന്തോഷം വരുമ്പോൾ അവർ ചെയ്യുന്ന ഇതായിരിക്കും. അതേസമയത്ത് ഒരു പുസ്തകമായി കെട്ടിമറിയുന്ന ഒരാളാണ്, പുസ്തകത്തിനോടാണ് സ്നേഹമെങ്കിൽ അയാളുടെ മക്കൾ വലുതാകുമ്പോൾ അവർക്ക് വലുത് ജീവിതത്തിൽ പുസ്തകങ്ങളായിരിക്കും. അപ്പൊ മനുഷ്യൻ എന്താണോ പ്രവർത്തിക്കുന്നത് അതാണ് വിതച്ചതാണ് കൊയ്യുന്നത്. അതുപോലെ തന്നെയാണ് അവന്റെ അടുത്ത തലമുറയിലുണ്ടാവുക. അപ്പൊ അതേ ഒരവസ്ഥ നമ്മൾ കഷ്ടപ്പെടുന്നത് എന്താണോ അത് തുടർന്ന് നിലനിൽക്കുന്നതാണ്, നമ്മളുടെ അടുത്ത് നിലനിൽക്കുന്നതാണ്.
അതുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പറയുന്നു, ഭൗതികമായി നിങ്ങൾ എത്ര കഷ്ടപ്പാടാണ് സഹിച്ചോ അത്രയും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. ഏത് രംഗത്ത് നല്ല കാര്യത്തിലും നമ്മൾ എത്ര കഷ്ടപ്പെടുന്നോ അത്രയും നമുക്ക് ഉയർച്ചയുണ്ടാവും. ദുനിയാവിൽ ആരും അങ്ങനെ കഷ്ടപ്പെടാതെ ഉയർന്നാണെന്നില്ല. ഭൗതികമായിട്ട് ഏത് രംഗത്താണെങ്കിലും അവന് അള്ളാഹ് കൊടുത്തുള്ള പൊട്ടൻഷ്യൽ അത് ഇത്രയാണെന്നോ പരിമിതപ്പെടുത്തുമ്പോഴാണ് അവന്റെ. ഇപ്പൊ നമ്മൾക്ക് ആലോചിക്കുക, നമ്മളിപ്പോ എവിടെയാണ് ഭൗതികമായി നിൽക്കുന്നത്, അതുവരെ നമ്മൾ കണക്കൂട്ടിയാണ് ഇത്രയാണ് നമുക്ക് വരുള്ളൂ, ഇത്രേ നമുക്ക് കഴിവുള്ളൂ. അതിന് മേലെയാണ് നമുക്ക് കഴിവെന്ന് നമ്മൾ കണക്കുകൂട്ടിയിരുന്നെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഉദാഹരണമായിട്ട് ഡിഗ്രി കിട്ടി പണി കിട്ടലാണ് ജോലി എന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ പഠിക്കലുണ്ട്. ആ ഡിഗ്രി കിട്ടി പണി കിട്ടിയാണ് നടക്കും. മറിച്ച് പഠിക്കലും അതിന്റെ കൂടെ പിന്നെയുണ്ടെന്ന് വിചാരിച്ച് പഠിക്കുന്നവർ വീണ്ടും കയറിക്കൊണ്ടിരിക്കും. അതേപോലെ ഒരു പ്രൊഫഷണൽ ഒരു കാര്യത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ആ പ്രൊഫഷണൽ ഒരു ഉദ്യോഗം എന്ന നിലയിൽ മാത്രം എടുത്ത് നടക്കുന്ന ആൾക്ക് ആ ഉദ്യോഗം എന്നും ഉണ്ടാവും. ആ പ്രൊഫഷൻ അയാളുടെ പാഷൻ എന്ന നിലയിൽ എടുത്തു നടക്കുന്ന ആ പ്രൊഫഷൻ അയാൾ പുരോഗമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഭൗതികമായ കഷ്ടപ്പെടുന്നതനുസരിച്ചാണ് നമുക്ക് മോചനം. കഷ്ടപ്പാടുകൾ ഒന്ന് സഹിക്കുമ്പോൾ മറ്റ് കഷ്ടപ്പാടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുകയും ഉയർന്ന വളർച്ചയും കിട്ടുന്നു. അതിന്ന് അള്ളാഹും മോചിപ്പിക്കുന്നില്ല. അതിന് ഒരു ശിക്ഷയല്ല, അത് കഷ്ടപ്പാടുമല്ല. അത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ശ്വാസത്തിന്റെ സ്പന്ദനം എത്രയുണ്ടോ അത് ഇളകിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ ഇളകിക്കൊണ്ടിരിക്കണം. ഇതാണ് അള്ളാഹിന്റെ വിധി, അതല്ലെങ്കിൽ അതാണ് അള്ളാഹുന്റെ നിയമം. അതൊന്നും ആർക്കും രക്ഷയില്ല. പക്ഷെ അതേസമയത്ത് ഒരാൾക്ക് ചില പനി വരാം, ചില പ്രശ്നങ്ങളൊക്കെ വരാം. അതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. പനി വരേണ്ട സാഹചര്യങ്ങളുണ്ട്, പനി ഉണ്ടാവും, അതിന് മരുന്ന് കഴിച്ച് മാറും. എന്നാൽ അത്ര കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും രക്ഷയില്ലെങ്കിലും ചില സമയത്ത് നമ്മൾ കുടുങ്ങുന്ന ചില സ്ഥലങ്ങളുണ്ടാവും ഭൗതികമായിട്ട്. അത് നമ്മൾ വിവരക്കേടാവാം, നമ്മൾ തെറ്റായ വഴിയിലൂടെ വന്നതാവാം, നമ്മൾ ഇതാണ് ശരിയെന്ന് വിചാരിച്ചു വന്നതാകാം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെയെന്ന് രക്ഷപ്പെടും എന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. മുസ്ലിം അല്ലാഹു പറയുന്നു, ഖുർആൻ പറഞ്ഞത് എന്റെ റബ്ബിന് നിന്റെ റബ്ബ് എവിടെയെന്ന് ചോദിച്ചു. അവിടെ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടാൻ നിർത്തിയില്ല, റബ്ബിന്റെ സഹായം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ വെച്ച് ചോദിക്കുന്നെങ്കിൽ പറയും, ഞാൻ എന്റെ അടുത്താണ് അവന്റെ വാശിയെന്ന് ഞാൻ കേൾക്കും. അതിന് റസൂൽ തിരുമേനി പറഞ്ഞു, ലിക്കുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗങ്ങൾക്കും മരുന്നും അല്ലാഹു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മരുന്നും നമുക്ക് അള്ളാഹു തരുന്നു. അങ്ങനെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഒരു ഭാഗത്ത് കഷ്ടപ്പെടുന്നത് പുരോഗതിക്ക് വേണ്ടിയാണ്, അതിന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. ഇത് പൊതുവായിട്ടുള്ള തത്വമാണ്. പക്ഷെ കഷ്ടപ്പാടിന്റെ ഇടയിൽ വരുന്ന വീഴ്ചകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അള്ളാഹുവിന്റെ സഹായം കിട്ടുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് അള്ളാഹുമായിട്ട് അടുക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. അത് പ്രാർത്ഥനയിലൂടെയും മറ്റു തലങ്ങളിലൂടെയും ലഭിക്കുന്നു. മറ്റൊരു പ്രധാന കാരണം, മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരു സംഗതി മനസാക്ഷിയുടെ ശിക്ഷയാണ്. കഴിഞ്ഞ തവണ ഞാൻ അത് എണ്ണി പറഞ്ഞു. അതിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. മനസാക്ഷിയുടെ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ മനസാക്ഷിയുടെ ശിക്ഷ അനുഭവിക്കേണ്ട ദുർഗതിയെ ഉണ്ടാവും. ഒരാളോട് കളവ് പറഞ്ഞ് അടുത്ത കളവ് പൊളിയുമ്പോൾ മനസാക്ഷി കുത്തുണ്ടാവും. ഒരാളെ ചതിച്ച് അത് പൊളിയോ എന്ന് വിചാരിച്ച് എപ്പോഴും പേടിച്ചുകൊണ്ട് മനസാക്ഷി കുത്തുണ്ടാവും. ഒരാളോട് അയാൾ വിശ്വസിച്ച് ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ഉയർന്നിട്ടില്ല, എപ്പോഴും മനസാക്ഷി കുത്തുണ്ടാവും. അപ്പൊ ഖുർആനിലുള്ള സകല കൽപ്പനകളും ശിരസാ വഹിക്കുന്ന ഒരാൾക്ക് മനസാക്ഷിയുടെ ശിക്ഷയിൽ നിന്ന് എപ്പോഴും വിമുക്തമാണ്. ഇപ്പൊ ഹിന്ദു മതത്തെക്കുറിച്ച് ആര്യസമാജികളുടെ വിശ്വാസപ്രകാരം മുസ്ലിം അല്ലാഹു പറയുന്നു, നിയോഗ് ഒരു മനസാക്ഷി കുത്തുള്ളൊരു കർമ്മമായിട്ട് അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതെല്ലാ ഹിന്ദുക്കളും ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്. താത്വികമായിട്ട് ഒരു മതത്തിന്റെ വക്താക്കൾ അത് കൊണ്ടു നടക്കുന്നുവെങ്കിൽ ആ കൊടുക്കുന്ന ആൾക്ക് നിയോഗം എന്നുള്ള നിയോഗികളെ ആ ഒരു സമ്പ്രദായം മനസാക്ഷിക്കുത്തുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു മതപരമായിട്ട് അംഗീകരിച്ചേ പറ്റും. എന്നാൽ ഖുർആൻ പറയുന്നു, റുബമ യവദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ, മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള സത്യനിഷേധികൾ പറയും, ഞങ്ങളും മുസ്ലിങ്ങളുമാരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചില സമയങ്ങളിൽ അവർ ആലോചിക്കാറുണ്ട്. ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ ഒരു വാചകം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ധരിച്ചത് എടുത്തുകൊണ്ട് മുസ്ലിം അല്ലാഹു പറയുന്നു, അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ശക്തമായി ആക്ഷേപിക്കുന്ന ആളാണ്. അവസാനം പറയുന്നത്, ക്രിസ്തു മതം ഒരാൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല, അങ്ങനെ അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ അയാളോട് അള്ളാഹ് ചോദിക്കുക, നീ ക്രിസ്തു മതം എനിക്ക് മനസ്സിലായില്ല, ഇസ്ലാം മതം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് ചോദിക്കുന്നു.
അദ്ദേഹത്തിന്റെ വാദം എടുത്തുകൊണ്ട് മുസ്ലിം തന്നെ പറയണേ, അതായത് ഇസ്ലാം മതം നല്ലതാണെന്ന് അയാളെ മനസ്സിലുണ്ട്. ആ മനസാക്ഷി കുത്താണ് ഈ അവസാനം പുറത്തിയാടിയത്. അതല്ലെങ്കിൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അയാൾ ഇസ്ലാമിന്റെ എതിരാളി ആയിരിക്കെ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ നന്മകളെ കുറിച്ച് അയാൾ അംഗീകരിക്കും. അപ്പൊ അതിന് ക്രിസ്തുമതം തനിക്കില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്ന് ചോദിക്കും ദൈവം എന്ന് അയാളോട് പറയുമെന്ന് അദ്ദേഹം എഴുതുകയാണ്. അപ്പൊ ഈ തന്റെ മതത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ച് മനസാക്ഷി കുത്തുണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഇത് ഒരു സെക്കൻഡ് സമയത്തേക്ക് നിന്നിട്ട് വേറെ കാര്യം ആലോചിക്കണം. ജമാഅത്തിന്റെ നിസാം, ജമാഅത്തിന്റെ വ്യവസ്ഥിതി, ഇസ്ലാമിലെ ചില സമ്പ്രദായങ്ങൾ, ഇസ്ലാമിലെ ചില ആചാരങ്ങൾ, ഇസ്ലാമിന്റേതായിട്ടുള്ള ചില കൽപ്പനകൾ, ചില സവിശേഷതകൾ, ഇതൊക്കെ ഒരാൾക്ക് മനസാക്ഷി കുത്തുണ്ടെങ്കിൽ, അതാണ് പാർത്തിടുന്നൊരു ഭക്ഷമാണെങ്കിൽ അയാൾ മനസാക്ഷി കുത്തിന്റെ അദാബിന്ന് ഇസ്ലാമിൽ വന്നിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഉദാഹരണമായി പർദ്ദയെക്കുറിച്ചുള്ള ഒരു കൽപ്പനയിൽ ഖുർആൻ പറയുന്നു, അല്ലാ യുഅറഫ്ന, അവര് യുഅറഫ്ന, അല്ലാന്ന് ഞാൻ പറയാൻ കാരണം തഫ്സീറുകാരൊക്കെ അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം ലാണ്ട് അവിടെയാണ്. അവര് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി എന്നാണ് തർജ്ജമ ചെയ്യാറുള്ളത്. അല്ല അവിടെ ഇല്ല വാസ്തവത്തില്. കാരണം പണ്ട് പഠിച്ച അങ്ങനെയായിരുന്നു. യുഅറഫ്ന, അവര് തിരിച്ചറിയാൻ വേണ്ടിയാണ് പർദ്ദ ഇടുന്നത്. അതായത് കുലീനയായ ഒരു സ്ത്രീയാണ്, ഇവളോട് കളിക്കേണ്ട ആവശ്യമില്ല, അവൾ സാധാരണഗതിയിലുള്ളവളല്ല, അവള് സ്വന്തം സംരക്ഷിക്കുന്നവളാണ് എന്ന് ജനങ്ങളിടയിൽ തിരിച്ചറിയാനാണ് അവൾ പറഞ്ഞത്. അതിനെ മല്ലാക്കാരൻ തട്ടി തിരിച്ചറിയാതിരിക്കാനാണ്. ഒരു ലാ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മസൂഫാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ട് തിരിച്ചറിയാതിരിക്കാനാണെന്ന് തർജ്ജമ ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. അതാണ് മനസാക്ഷി കുത്തുണ്ടായത്. തിരിച്ചറിയാൻ, അവളുടെ കുലീനതയും അവളുടെ അന്തസ്സിനെയും തിരിച്ചറിയാനാണ് പർദ്ദ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് കണ്ടാൽ അത് തിരിച്ചറിയണം. അപ്പൊ ആ ഒരു മനസാക്ഷി കുത്ത് തെറ്റായിട്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചാലുണ്ടോ? ഞാനതാണ് പറഞ്ഞു വന്നു. ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാവും. അപ്പൊ പലപ്പോഴും നിസാമെ ജമാഅത്തിൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് മനസാക്ഷി കുത്തുണ്ടാവും. അതിനെ പഠിക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷെ ഇസ്ലാമിലോ, ഒന്നുകൂടെ പറഞ്ഞാൽ അഹമ്മദീയത്തിൽ ഒരു വാക്കും നമുക്ക് മനസാക്ഷി കുത്തോടുകൂടി എടുക്കേണ്ട ഒരു കാര്യമില്ല. അതാണെങ്കിൽ നമ്മൾ അതാവിലാണ്. അതിന് രക്ഷ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നു. മൂന്നാമത്തെ മോക്ഷം തിന്മകളിൽ നിന്ന്, അതായത് ബദ് അമാലി, ദുഷ്കൃത്യങ്ങളിൽ നിന്ന് ഉള്ള മോക്ഷമാണ്. മോക്ഷത്തിന്റെ ഒരു പ്രധാന വശം കൂടിയാണത്. നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മോക്ഷം പ്രാപിക്കാത്തവരാണ്. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ ആറ്റിറ്റ്യൂഡ്, അതിന്റെ ഒറ്റവാക്കിൽ പറയാവുന്ന കാര്യം. ഉദാഹരണമായിട്ട് നമുക്കൊരു ക്ഷമ നമുക്കുണ്ട്, നമ്മൾ അക്ഷമരും ആവാം. ക്ഷമ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനമായിട്ട് അവന് മുമ്പോട്ട് പോകാനുള്ള ഒരു ചവിട്ടുപടിയാണ്. ഒരു അടുത്ത സമയത്ത് ഞാനൊരു പാകിസ്ഥാന്റെ ഒരു മോട്ടിവേറ്റർ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടായി. അദ്ദേഹം ഉദ്ധരിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങളും ഞാൻ പോയി അന്വേഷിച്ച പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. അദ്ദേഹം ഉദ്ധരിച്ചൊരു സംഗതി, മാർഷൽ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ സയൻസിൽ ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞൻ 1960 കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് ആണ്. 10 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികളായിരുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് കുറച്ച് മിഠായി കൊണ്ടുവരാൻ പറഞ്ഞു. ആ മിഠായി കൊടുന്നിട്ട് കുറച്ച് ആളുകളെ നിയോഗിച്ചു, എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പറഞ്ഞു, ആരും ഇപ്പൊ കഴിക്കരുത്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പൊ സാധാരണ ഇത് നടക്കുന്ന കാര്യം ഉണ്ടായി. കുറച്ച് കുട്ടികൾ പറഞ്ഞു, മിഠായി തിന്നാനുള്ള, അല്ലെങ്കിൽ 10 മിനിറ്റ് ആയാലും 10 തിന്നാനുള്ള തന്നെയല്ലേ തിന്നാന്ന് പറഞ്ഞിട്ട് വായിലിട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സമ്മാനം നമുക്ക് വേണ്ട, മിഠായിട്ടില്ല. അങ്ങനെ 10-13 കുട്ടികളെ തിന്നു. കൃത്യമായിട്ട് കണക്ക് ഓർക്കുന്നില്ല. വളരെ വിരളമായിട്ടുള്ള കുട്ടികൾ അത് കഴിച്ചു. അതിനുശേഷം ഉണ്ടായിരുന്നു. ബാക്കി കുട്ടികളിൽ കുറച്ച് കുട്ടികൾ, ഇയാൾ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ഒരു ഡിബേറ്റ് തുടങ്ങി. അവർ തിന്നിട്ടില്ല. നിന്റെ വലുതാണോ, നിന്റെ കറുപ്പാണോ, നിന്റെ വെളുപ്പാണോ, നിന്റെ ചെറുതാണ്, നോക്കി നോക്കുക, തുറന്നു നോക്കുക, അതിന്റെ കളർ എന്താ നോക്കും, ഇത് ഇങ്ങനെ ടേസ്റ്റിലായിരിക്കും, അങ്ങനെ ടേസ്റ്റിലായിരിക്കും. തിന്നിട്ടില്ല, പക്ഷെ തൊള്ളയിട്ട് തിന്നലുണ്ട്, വായിട്ട് തിന്നലുണ്ട്.
അതിനെക്കുറിച്ച് ചർച്ച. അതായത് സബറപ്പം ഉണ്ടായിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ച. വളരെ വിരളമായിട്ടുള്ള ആവറേജ് കുട്ടികളാണ് ഈ കാര്യം ചെയ്തത്. പക്ഷേ കുറച്ച് കുട്ടികളായിരുന്നു തികച്ചും വ്യത്യസ്തമായി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മാറ്റിവെച്ചിട്ട് പഠനം നടന്നു. അങ്ങനെ ആ ക്ലാസ് അവസാനിച്ചു. പിന്നീട് 40 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ കുട്ടികളുടെ അഡ്രസ്സുകളിൽ ആ കുട്ടികൾ എവിടെ ഉണ്ടെന്ന് തെരഞ്ഞെടുത്തു. അപ്പോഴ് ആ മുട്ടായി തിന്ന കുട്ടികളിൽ അധികപക്ഷ ആളുകൾ കണ്ടുമുട്ടി. ആ മുട്ടായി തിന്ന കുട്ടികളെ കണ്ടത് സമൂഹത്തിൽ ഏറ്റവും അധകൃതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ടാണ്. ഒന്നുകിൽ പോക്കറ്റടിക്കാര്, അതല്ലെങ്കിൽ ഭിക്ഷക്കാര്, അതല്ലെങ്കിൽ പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയ ആളുകൾ, അതല്ലെങ്കിൽ ആ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് സമൂഹത്തിൽ ഏറ്റവും താഴെ നിന്ദ്യരും പരാജിതരുമായിട്ടുള്ള വിഭാഗത്തിൽ അവരെ കാണാൻ സാധിച്ചു. ആവറേജ് ആളുകള് അവർ മാഷാണെങ്കിൽ മാഷ്, ടീച്ചറാണ് ടീച്ചർ, അവരങ്ങനെ ഒരു ആവറേജിൽ നടന്നുകൊണ്ട് പിന്നെ അതിലധികം ആവറേജാണ് ഉണ്ടാവുക. ബ്യൂട്ടി ഏറ്റവും ടോപ്പിലുള്ള ബ്യൂട്ടി വിരളമായിരിക്കും. ഏറ്റവും മോശപ്പെട്ട ക്ഷമാണത്തോടുകൂടി പറയണേ, ഒരാൾക്ക് അത് മോശപ്പെട്ട ആളുകളാണെന്ന് തോന്നുന്നുണ്ട്, മുഖം അല്ലെങ്കിൽ വേറെ പിന്നെ സൗന്ദര്യത്തിൽ കുറഞ്ഞ ആളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും വളരെ കുറച്ചുണ്ടാവുക. ആവറേജ് ബ്യൂട്ടി എല്ലാവർക്കും. ഈ ഐക്യു നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാവരും ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ വളരെ കുറച്ചുണ്ടാവും. തീരെ മന്ദബുദ്ധികളായിട്ടുള്ളതും ഏറ്റവും താഴെ ഉണ്ടാവും. ആവറേജ് ആയിരിക്കും പൊതുവെ ഉണ്ടാവും. അപ്പൊ ഈ ആവറേജിൽപ്പെട്ട കുട്ടികള് ഒരുവിധം നല്ല നിലയിൽ കണ്ടു. ഈ ചർച്ച ഇതൊക്കെ തുടങ്ങി പകുതി ക്ഷമല്ലാതെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പഠിച്ചിരുന്ന കുട്ടികളെ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവർ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ലെവലിൽ ഏറ്റവും ടോപ്പിലുള്ള ആളുകൾ, മെഡിസിൻ ലെവലിലാണെങ്കിൽ അതിലേറ്റവും ടോപ്പിലുള്ള ആളുകൾ, മാനേജ്മെന്റ് ലെവലിലാണെങ്കിൽ അവർ അതിലേറ്റവും ടോപ്പിലുള്ള ആളുകൾ. അതിനുശേഷം അയാൾ പറയണേ, വാസ്തവത്തിൽ ക്ഷമ എന്നുള്ള ഒരു പാഠം ആണ് മനുഷ്യനെ ആരാണോ എന്നാക്കുന്നതിൽ ആദ്യത്തെ പാഠം. അത് നമ്മൾ ഇപ്പൊ ഇത് പറയുമ്പോൾ കുട്ടികളെ കാര്യം ഓർമ്മ വരും. അതിന് വേർപ്പാണെന്നില്ല, നമ്മൾ ക്ഷമിച്ചാൽ മതി. നമ്മളെ ക്ഷമയും നമ്മളുടെ എക്സൈറ്റ്മെന്റും നമ്മൾ ഒരു കാര്യത്തിലെ ഇമോഷണൽ ആയിട്ടുള്ള നമ്മളുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതും, നമുക്ക് സ്ട്രെസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നുവെന്നും, ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ പഠനം നടത്തി അതിൽ മാനേജ് ചെയ്യുന്നുള്ളതും നമ്മളെങ്ങനെ ചെയ്യുന്നു അങ്ങനെ നമുക്ക് ജീവിതത്തിൽ. ഞാൻ ദുഷ്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്തോ ഒരു കർമ്മം പോയി ഇതിനെ പിന്നെ വ്യഭിചാരം നടത്തുന്നു അല്ലെങ്കിൽ കൊല ചെയ്യുന്നു എന്നല്ലെന്ന് മനസ്സിലാക്കുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷമയാണ്. അപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം, പക്ഷെ അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് മറ്റവന്റെ കുതിര കയറിയിട്ടല്ല. ഇന്റലിജന്റ്, നമ്മൾ ബുദ്ധിപരമായിട്ട് അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം, അതാണ് നമ്മളുടെ മികവ്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ കോൺട്രിബ്യൂസി, വലിയൊരു പ്രശ്നം വരാം, പക്ഷെ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഏറ്റവും മിതമായ നിലയിൽ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിശക്തി. ഇത് നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മക്കളെ എടുക്കത്തുള്ളൂ. ഇപ്പൊ ഒരാൾക്ക് സന്തോഷം ഉണ്ടാവാം, സന്തോഷം ഉണ്ടായാൽ ഭയങ്കര തുള്ളിച്ചാടുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സങ്കടമാ ടേന്ന് വെച്ച് കരയുന്ന ആൾക്കാരുണ്ട്. നിലത്ത് അപ്പൊ തന്നെ ഒത്തിരിക്കുന്ന ആൾക്കാർ. ഇതിന് രണ്ടിനും മധ്യത്തിലാണ് മനുഷ്യനാവട്ടെ. ഭയങ്കര സന്തോഷമുണ്ട്, ഈ ചാടല്ല വേണ്ടത്. അതിനെയും നമുക്കൊരു മിതമായ നിലയിൽ അതിനെ കാണിക്കണം, സന്തോഷം കാണിക്കണം. അത് വെച്ച് സന്തോഷം വന്ന മോന്തർപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. അതിനെ കാണിക്കാനായിട്ട് രൂപമുണ്ട്. ആ ഒരു കാര്യം ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോൾ അതെങ്ങനെ പഠിക്കാന്നൊന്നും ആലോചിക്കണ്ട. ഒറിജിനൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ അനുഗമിച്ചാൽ ഇതൊക്കെ തനിയുണ്ടാവും. സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയാണ്, ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് എന്നൊന്നും തപ്പിപ്പടന്ന് വലിയ പ്രൊഫഷണൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് ജീവിച്ചവർ എങ്ങനെയായിരുന്നു എന്ന് മാത്രം പഠിക്കാൻ മെനക്കെട്ടാൽ ഒരു ഇസ്ലാമിക കൾച്ചറിൽ നമ്മൾ വളർന്നാൽ ആ കൾച്ചറിൽ വളർന്ന കുട്ടികൾ ഇതൊക്കെ ഉള്ളവരായിരുന്നു. അതിന് തെളിവാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഴുവൻ കുടുംബം. മുസ്ലിമിന്റെ ഖാൻദാൻ നിങ്ങൾ എടുത്തു നോക്കാൻ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു നിലയിൽ അതേപോലെ റസൂൽ തിരുമേനിയുടെ കുടുംബവും ഉണ്ടായിരുന്നു. പിന്നെ അതിന് മാറിപ്പോയി, പേര് മാത്രമായി മാറുമ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ ഒരു സംഗതി പിന്നെ നമുക്ക് എങ്ങനെ തിന്മകളിൽ നിന്ന്, അതായത് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ മോക്ഷത്തിന്റെ ഭാഗമാണ്.
അതിനെ ഖുർആൻ നമുക്ക് എങ്ങനെ നമ്മുടെ സാന്ത്വനം നൽകുന്നു എന്ന് നോക്കാം. അത് ഇസ്ലാമിൽ ഉണ്ടോ എന്നാണല്ലോ അറിയുന്നത്. ഖുർആൻ പറയുന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. നബി തിരുമേനിയെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലാണ് ഒരു നീണ്ടകാലം ജീവിച്ചത്, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങളെല്ലാവരും എന്നെ നല്ലവനെന്ന് പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാൾ മുഹമ്മദ് ഇന്ന മോശക്കാരനാണെന്ന് പറഞ്ഞോ എന്ന് നബി തിരുമേനി മുമ്പിൽ ജീവിതം വെക്കണം. അപ്പൊ ചില ആളുകൾക്ക് തോന്നാം മുഹമ്മദ് നബി അല്ലേ. മുസ്ലിമോദിന്റെ കാലത്ത് മുസ്ലിമോദിനെ എതിർക്കുന്ന ഒരാൾ എണീറ്റിട്ട് പോയിട്ട് ഖാദിന്ന് പോയി, എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പറയണേ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെയും കാണിച്ചു തരുമെന്ന്. മുസ്ലിമോനെ എതിർക്കുന്ന ഒരുത്തനാണ്, എന്റെ ജീവിതത്തിൽ തെറ്റ് കാണിച്ചത്. മുസ്ലിമോദ് ചോദിച്ചു, നീ എവിടെ ജീവിച്ചിരുന്നായിരിക്കല്ലോ അറിയുമെന്ന് ചോദിച്ചു. മുഹമ്മദ് നബി നിങ്ങളുടെ ഇടയിലാണ് ജീവിച്ചിരുന്നെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാമായിരുന്നു മുഹമ്മദ് നബി അവരുടെ ഇടയിലാണ് ജീവിച്ചത്. അവരുടെ ഇടയിൽ ജീവിക്കുന്ന ആളോടാണ് ചോദിക്കുക, അല്ല വെറുതെ ഒരുത്തർ എവിടെയെങ്കിലും ജീവിച്ചിട്ട് ഒന്ന് തെറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, ശരിയേതും ആരും കണ്ടിട്ടില്ല, അതല്ല പറഞ്ഞത്. ഇതേപോലെ തന്നെ ഖുർആൻ മറ്റൊരിടത്തെടുത്ത് പറയുന്നു, മാക്കാന ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയ വലാക്കിൻ കാന ഹനീഫ മുസ്ലിമ. ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിലേക്ക് എപ്പോഴും കുനിഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഭൗതിക ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട്, അതായത് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തികച്ചും വിമുക്തമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. വീട്ടിൽ പ്രശ്നം, മക്കളെ കൊണ്ടുപോയി ആരുമില്ലാത്തടത്ത് കൊണ്ടുവിടുന്ന പ്രശ്നം, അതിനുശേഷം തിരിച്ചു വരുമ്പോഴുള്ള പ്രശ്നം, ഈ കഷ്ടപ്പാടുകളുടെ ഇടയിൽ നിന്നിട്ടും ഇബ്രാഹിം നബി ഇന്ന തെറ്റ് ചെയ്തു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഏതായാലും മൊല്ലാക്ക ഇബ്രാഹിം നബി കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഗതികേടാണ്. പക്ഷേ ഇബ്രാഹിം നബി ഒരു തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല, യഹൂദിക്കും കഴിഞ്ഞിട്ടില്ല, നസ്രാനിക്കും കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ദുഷ്കർമ്മങ്ങളിൽ മുക്തമായൊരു മോചനം ഇസ്ലാമിക കാഴ്ചപ്പാടിനുണ്ട് എന്നാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. ഇത്രയും പറയുമ്പോൾ ഇബ്രാഹിം നബി മുഹമ്മദ് നബി പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖൂ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിറു അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലി. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയാണ്. അതായത് എന്താ സൂക്ഷ്മത പാലിക്കേണ്ടത്? ഈ തിന്മകളിൽ നിന്ന് മോചനം എങ്ങനെയാണ് എന്നൊരു സൂക്ഷ്മത പാലിക്കണം. സൂക്ഷ്മത പറഞ്ഞൊരു വഴിയല്ല, ഏത് വഴിയെ സ്വീകരിക്കുമ്പോഴും അപ്പോഴുണ്ടാകേണ്ട മാനസിക നിലയാണ് സൂക്ഷ്മത. അതാണ് തർക്കം. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇത് അള്ളാഹുവിന്റെ തൃപ്തിയും എനിക്ക് തന്ന അള്ളാഹുവിന്റെ അനുഗ്രഹവും എന്നുള്ള നിലയിൽ കൈകാര്യം ചെയ്യണം. ഒന്നുകൂടെ താഴത്തേക്ക് പോയി പറയാം. ഒരുത്തൻ നമ്മളെ തെറി പറയുമ്പോൾ, അല്ലെ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇവിടെ അള്ളാന്റെ തൃപ്തി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രതികരിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് തഖ്വ. തിരിച്ചു അതേപോലെ ചെയ്യുകയാണെങ്കിൽ അത് അവൻ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവൻ ചെയ്തത് ശരിയാണ് എന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളൊരാൾ തെറി പറയുന്നു, തിരിച്ച് തെറി കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ അവൻ പറഞ്ഞത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വാദിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ ശരിയാണ് എന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കും ശരി തന്നെയാണ് പറയുന്നത്. നായി ഇങ്ങോട്ട് കുരച്ചാലും തിരിച്ചാരും കുരക്കലുണ്ട്, കുരക്കലുണ്ട്, പക്ഷെ നമ്മൾ ആ ലെവലിൽ താഴെ. അപ്പൊ ഒരു തിന്മയെ കാണും നമ്മൾ. പിന്നെ ഇതിൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കി തന്ന് ഈ സമയത്ത് അള്ളാഹ് എന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതികരിക്കുന്നതിൽ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സെൻസോട് കൂടി പ്രതികരിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ തഖ്വ ആയിക്കൊള്ളുകയാണെങ്കിൽ യുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ അള്ളാഹ് കിട്ടിത്തരും. അള്ളാഹിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അത് അള്ളാഹിനെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. ബാക്കി നമ്മളുടെ തിന്മകളെ അള്ളാഹ് കിട്ടിത്തരും. ഈ തിന്മ അകറ്റും എന്ന് പറഞ്ഞൊരു സംഗതി ഒന്ന് ചെറുതായിട്ട് തന്നെ ശാസ്ത്രീയമായിട്ട് ഇക്കാലത്ത് അത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന സംഗതിയാണ്. ഇപ്പൊ ഞാൻ ഒരാളെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്ത എന്നിൽ നിന്ന് ഉടലെടുക്കുന്നതോടുകൂടി എന്റെ ഒറിജിനൽ പോസിറ്റീവായിട്ടുള്ള എന്റെ എനർജി ഉണ്ട്, എനിക്ക് നല്ലതിന് വേണ്ടി ചെയ്യേണ്ട എനർജി പടച്ചു തന്ന കഴിവ്, ആ കഴിവിൽ നിന്ന് കുറച്ച് വെട്ടിച്ചുരുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ നഷ്ടമായിരിക്കും എനിക്കാണ്. ഞാൻ ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിച്ചാൽ അയാൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണ്? ഈ മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഒരു വേവ്സ് അയാൾക്ക് പോകുന്നത്. സ്വഹബത്തിനെ കുറിച്ച് മുസ്ലിം ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. മിൻഹാജ് താലിബിനാണല്ലോ ഈ അടുത്ത് നമ്മൾ പഠിക്കാനുണ്ട്, അതിൽ ഈ കാര്യം വിവരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്താ വലയത്തിൽ അടുത്ത ആളും പെടും.
നമ്മളൊരാളെ കുറിച്ച് മോശമായി ചിന്തിച്ചാൽ അയാളിൽ അതിന്റെ പ്രതികരണം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്മളത് ഒരു എനർജി കുറച്ച് മറ്റാൾക്ക് നമ്മൾ കൊടുക്കാൻ പോയ സമ്മാനം എന്താണ്? അയാൾക്ക് മോശം കൊടുത്തു. ഇനി കിട്ടുന്നെന്താന്ന് കൂടി മനസ്സിലാക്കാം. ഒരാൾ നല്ല ആളാണെങ്കിൽ അയാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചാൽ അയാൾക്ക് തിരിച്ചു കിട്ടും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരാളെ കയ്യിൽ നല്ല ചിന്തകളാണെങ്കിൽ അയാൾ തിന്മ വന്ന് അടിച്ചിട്ട് തിരിച്ചു പോവുള്ളൂ അവൾ ചെയ്യാം. ഇതിലെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ സദസ്സിലിരിക്കുമ്പോഴും ഇസ്തിഗ്ഫാർ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്തിട്ടിരിക്കാറുണ്ട്. അതിനെക്കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ, മനുഷ്യരുടെ ദോഷമായ ചിന്തകൾ തനിക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റിടത്ത് പറയുന്നു, മനുഷ്യപ്രജയായിട്ട് മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജന്മമെടുക്കുകയും ഇസ്തിഗ്ഫാർ നിത്യവൃത്തിയാക്കുകയും ചെയ്യാത്തവൻ മനുഷ്യനല്ല, നരമല്ല, അവൻ കീടമാണ്. അവന്റെ ഹൃദയത്തിൽ കുഷ്ഠം ബാധിച്ചവനാണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറയുന്നു. അതായത് നമ്മൾ മാത്രം തിന്മയിൽ നിന്നല്ല ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ തീയ ചിന്തകൾ നമ്മെ സ്വാധീനിക്കാതിരിക്കുന്നതിന് വേണ്ടി നാം ഇസ്തിഗ്ഫാർ ചെയ്യണം. ഞാൻ ഇത്രയും വിശദീകരിച്ച് എന്താ വെച്ചാൽ, നമ്മളൊരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ കേടുവരുത്തുകയാണ് ചെയ്യും. ആദ്യം നമ്മളെ കേടുവരുത്തും, പിന്നെ അയാളെ കേടുവരുത്തും. അതേ സമയത്ത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ എന്നെക്കാൾ നല്ലവനാകാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ എത്ര നല്ലതാണോ ഈ കാര്യത്തിൽ അതിനേക്കാൾ പല കാര്യങ്ങളും അയാൾ നല്ലവനായിരിക്കാം എന്ന് ചിന്തിക്കാം. ഈ കാര്യം അദ്ദേഹത്തിൽ നിന്ന് പോകട്ടെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലാതെ ഒരാളെ മോശമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവൻ അവിടെ വെച്ചിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിന് വിരാമമാണ്. ഈ സബ്ജക്ട് മാറ്റാറുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. നമ്മളെ മക്കളെ മോശമായിട്ട് ചീത്ത പറഞ്ഞാൽ മലക്കുകൾ അങ്ങനെ ആക്കട്ടെ എന്ന് ദുആ ചെയ്യും. അതുകൊണ്ട് ചീത്ത പറയുന്നവൻ അവനെ മക്കൾ അങ്ങനെ ആക്കുന്നവനാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ ഈ ചിന്തയുടെ കാര്യം തന്നെയാണ് അവിടെ വരുന്നത്. എന്റെ മകൻ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ എന്റെ സംശയം, എന്റെ വീട്ടിലുള്ളവർ സംശയിച്ചുകൊണ്ട് പിന്നാലെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അത്തരം ആളുകൾ തകർത്ത് കളയുന്നു ജീവിതം. ഇപ്പം മൊബൈൽ വരെ ആപ്സുകൾ വന്നിട്ടുണ്ട്. മറ്റോന്റെ മൊബൈൽ കൂടി എങ്ങനെ, കുട്ടികളെ മൊബൈൽ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോ ലോകം അങ്ങനെ മാറി. പക്ഷെ അതല്ല പറഞ്ഞത്, എന്റെ മകൻ നല്ലവനാണ് എന്ന് കരുതണം. എന്റെ റബ്ബിന് അവനെ നല്ലവനാക്കാൻ കഴിയും. നമ്മൾ സംശയിച്ചു പിന്നാലെ പോയാൽ നമ്മൾ നശിക്കും ആദ്യം, അതിനുശേഷം അവരെയും നശിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു തിന്മയിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുമ്പോൾ അടുത്ത ആയത്താണ് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മളിൽ നിന്ന് അള്ളാഹു അകറ്റിക്കളയും എന്ന് സൂക്ഷ്മത പാലിക്കുമ്പോൾ അകറ്റിക്കളയും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ തിന്മയുടെ സ്വാധീനം കൂടി നമ്മളിൽ നിന്ന് അള്ളാഹു അകറ്റിക്കളയും. നമ്മളിൽ നിന്ന് തിന്മകൾ അള്ളാഹു അകറ്റിക്കളയും. അള്ളാഹുദുൽ ഫദ്ലില്ലാതെ, അള്ളാഹു അങ്ങേയറ്റം ഫദ്ല് ചെയ്യുന്നവനാണ്. ഇത് ചെയ്യാൻ കാരണം അള്ളാഹു മനുഷ്യന് എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഉപരിയായി നൽകുന്നവനാണ്, നന്മ നൽകുന്നവനാണ്. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ അതിന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തെയാണ് ഫദ്ല് എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണോ നമുക്ക് നന്മ ആവശ്യമുള്ളത് അതിനേക്കാൾ കൂടുതൽ നന്മ തരാൻ അള്ളാഹുവിന്റെ കയ്യിൽ. അല്ലാഹുദുൽ ഫദ്ല് യുതിഹി മയ്യശാ, അവൻ ഇഷ്ടപ്പെടുന്നവനും കൊടുക്കും ചെയ്യുന്നു. അതായത് അള്ളാഹനെ ആര് ഇഷ്ടപ്പെടുന്നു അവൻ അള്ളാഹ് ഇഷ്ടപ്പെടും, അവനത് കൊടുക്കുമെന്നും സൂറ ആലി ഇംറാൻ അള്ളാഹു പറയുന്നു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയതഹിറകും തത്ഹീറ എന്ന് പ്രമാണത്തിൽ പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് തിന്മകളെ അകറ്റുകയും നിങ്ങളെ പരമപരിശുദ്ധരാക്കുകയും ചെയ്യുകയാണ് അഹ്ലെ ബൈത്തിന്റെ ആളുകളെ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു. അപ്പോൾ ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠങ്ങളും അതിന്റെ സാഹചര്യങ്ങളും നമ്മൾ ദുഷ്കർമ്മങ്ങളുടെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, ദുഷ്കർമ്മങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം നൽകും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് നമ്മളെക്കുറിച്ച് ആദ്യം ഉണ്ടാവണം. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. ഇസ്ലാമിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇസ്ലാം വിട്ടത് വേറെ ആർക്കും കിട്ടുക, ഞാൻ എന്തിനും നഷ്ടപ്പെടണം. അള്ളാന്റെ വലിയകള് ഇസ്ലാമിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുറത്തല്ലോ, ഞാൻ ഇത് തന്നെയുള്ള എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ. അതിൽ എന്നെ കുറിച്ചുള്ള വിശ്വാസം, എന്റെ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് എന്നെ കുറിച്ച് വിശ്വാസം ഉണ്ടാവും. റബ്ബിനെ കുറിച്ച് വിശ്വാസമല്ല, റബ്ബ് എനിക്ക് തരൂല വറളോരെ കൊടുക്കുള്ളൂ എന്ന് ആദ്യം വിശ്വസിച്ച പിന്നെ നമുക്ക് ഉണ്ടാവും. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ആ വിശ്വാസം ഉണ്ടെങ്കിൽ. ഇനി അടുത്തത്, ഇത് 6 ഉണ്ട്. ഞാൻ എനിക്ക് തോന്നുന്ന സമയം കൂടി വരുന്നു, ചിലപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. അടുത്ത 4-മത്തതും മുസ്ലിം മേലാനെ ഗുനാസിനെ ജാത്ത്,
തിന്മകളിലേക്കുള്ള ചായ്വിൽ നിന്ന് രക്ഷപ്പെടും. മറ്റത് തിന്മകൾ ചെയ്ത അവസ്ഥയാണ്, അതിന് രക്ഷപ്പെട്ടു. പക്ഷെ ചില ചായ്വുകളുണ്ട് സാധാരണഗതിയിൽ. ഇപ്പോ അതിനുള്ള എല്ലാ വഴികളും ലോകത്തുണ്ട്. എന്ത് അഡ്വർടൈസ്മെന്റ് ആവട്ടെ, ഇനി ഒന്നുമില്ലാതെ വെറുതെ നടക്കുന്നവനാട്ടെ, അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ ഒന്നുമില്ല, വെറുതെ കിണികിണിന്നും വാട്സപ്പ് അടിച്ചിട്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ലഘുവായിട്ടുള്ള കാര്യങ്ങൾ, ലഘുവായിട്ടുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകും. അപ്പം ഈ ഒരു സംഗതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതിന് രക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യാത്തിഹിം വഅസ്ലഹ ബാലഹും. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ, അവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയതിൽ വിശ്വസിക്കുമ്പോൾ, അത് അള്ളാഹുവിനുള്ള ഹക്കാണെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ്. ആ അടിവരട്ട് പറഞ്ഞ ആ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹ് പറയണ കഫറ അൻഹും സയ്യാത്തിഹിം, അത് മുഹമ്മദ് നബിയിൽ ഇറങ്ങിയത് ഹക്കാണ്, ആ ഹക്കിൽ ഞാൻ നിന്നാൽ ഞാൻ ഹക്കിലെത്തും എന്ന വിശ്വാസം ആൾക്കുണ്ടാവുമ്പോൾ അള്ളാഹു വരുന്ന തിന്മകളെ അകറ്റുമെന്ന് മാത്രമല്ല, അസ്ലഹ ബാലഹും, അതിലേക്കുള്ള ചായ്വിനെയും അവരുടെ ഹൃദയങ്ങൾ അതിലേക്ക് ചാഞ്ഞു പോകുന്നതിനെയും അള്ളാഹു അകറ്റിക്കളയും. അത് ഇപ്പോൾ ഒരാൾ സിനിമ കാണുന്ന ഒരാൾ അതിനോട് വെറുത്ത് വരുമ്പോൾ പിന്നെ സിനിമയുടെ പോസ്റ്റ് കാണുന്ന തന്നെ ദേശീയം. അതേസമയത്ത് അതിൽ ആറാടിയ സമയം ഉണ്ടാവും. ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മൾ തിന്മയെക്കുറിച്ച് തിന്മയാണെന്ന് കരുതിയിരുന്നത്, അതിന് രക്ഷപ്പെടൂല എന്ന് തന്നെ കരുതുന്ന സാധനങ്ങൾ പിന്നീട് കാണുമ്പോൾ തന്നെ, ഇപ്പം ചില ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അതിന് വിട്ടുകഴിയുമ്പോൾ പിന്നെ കാണുമ്പോൾ ശബ്ദം. അപ്പൊ ആ ഒരു അവസ്ഥ പൂർണ്ണമായിട്ടും നബി തിരുമേനിയിലുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമെന്ന് ഞാൻ വിശ്വാസിയാണെന്നുള്ള ഉറപ്പുണ്ടാവുമ്പോൾ അവന്റെ ഹൃദയത്തിനെയും അതിൽ നിന്ന് മാറ്റിക്കളയും എന്ന് മുസ്ലിമോട് നിർത്താൻ പറയും. ഒരു ഹദീസ് ഈ കാര്യത്തിൽ എപ്പോഴും തസവൂഫിന്റെ ആളുകളും അതേപോലെ തന്നെ ആൾക്കാർ തമ്മിൽ വെറുതെ പറയുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമുണ്ട്. അത് ഹദീസ് അല്ലാതെയും പറയുന്നവരുണ്ട്. അതുകൂടെ ചർച്ച ചെയ്ത് ഞാൻ നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ഹദീസിലുള്ള ഇദാ സമയത്തും ബിജബലിൻ സാല അൻ മക്കാനിഹി ഫസദ്ദിഖുഹു വഇദാ സമയത്തും ബിറജുലിൻ തഗയ്യറ അൻ ഖുൽഖിഹി ഫലാ തുസദ്ദിഖുഹു. അതായത് ഒരു പർവ്വതം അതിന്റെ സ്ഥലത്ത് നിന്ന് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ചോളൂ, അതിനെ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക്. എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ പ്രകൃതത്തിൽ നിന്ന് മാറി എന്ന് അവനെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന്റെ പേരിൽ തസവൂഫിന്റെ ആൾക്കാർ, തസവൂഫിന്റെ ആളെന്ന് പറഞ്ഞാൽ തസവൂഫിനെ ആണെന്ന് ധരിക്കുന്ന ചില ആളുകൾ, അവർ പറഞ്ഞത് മനുഷ്യൻ എങ്ങനെ പടച്ച ചില വിദ്യകളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ചാണ് പോവുള്ളൂ. മനുഷ്യനെ മാറ്റാനൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ തന്നെയാണെന്ന് പറയുന്ന ആൾക്കാരില്ല. നമ്മുടെ പ്രകൃതി അതാണ്. ഈ ഹദീസിനെ തെറ്റായി മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഇത് തലവിധിയാണെന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആളുകളാണ്. അത് ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ. ആ ചർച്ചയുടെ അതിഗുപ്തമായ ഒരു പ്രചലനം, അതല്ലെങ്കിൽ അതിന്റെ ഒരു വേവ്സിന്റെ ശക്തി എന്ന് പറയണം നമുക്കും ചിലപ്പോൾ തന്നെ തോന്നുന്നത്. ഹദീസ് ഒന്നും തിരിയാത്തവരും ഇങ്ങനെ സംഗതിയെക്കുറിച്ച് അറിയാത്തവരും ഇതിന്റെ പ്രകൃതമാണ്, ഇതിനൊക്കെ മാറ്റാൻ പറ്റില്ലെന്ന് തോന്നിപ്പോ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നി. അതിനെ മുസ്ലിം റളിയല്ലാഹു ചർച്ച ചെയ്തു. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ ലോലഹൃദയനായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് കഠിന സ്വഭാവമുള്ള ആളായിരുന്നു. അവരുടെ കഠിനതയെ ഒരിക്കലും ഉമർ ഇബ്നു ഖത്താബിന് മാറ്റാൻ കഴിഞ്ഞില്ല. എപ്പോഴും കാഠിന്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് നന്മയ്ക്ക് വേണ്ടിയുള്ള കാഠിന്യമായി മാറി. അപ്പൊ നമുക്കൊരു പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തെ നല്ല കാര്യങ്ങളിലേക്ക് മാറ്റിവിടാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് ലോലഹൃദയനായിരുന്നു. ആ ലോലതയെ നന്മയിലേക്ക് ലോലതയാക്കി മാറ്റി, നിർമ്മലനായി മാറി. അപ്പൊ നമ്മൾക്ക് എന്താണോ പ്രകൃതമുള്ളത്, ചില ആളുകളോട് എനിക്ക് ദേഷ്യം വരും, അതിന്റെ പ്രകൃതമാണ്. ആ ദേഷ്യത്തെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കാം. അവന് യുദ്ധം ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാം. അവന് സത്യം പറയാൻ ആ ദേഷ്യത്തെ ഉപയോഗിക്കാം. അവന് തിന്മകൾ കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് നല്ല നിലയിൽ ആ ദേഷ്യത്തെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് തന്ന കഴിവുകളിൽ കുഴപ്പമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ജീനിൽ വന്നതാണ്. ഒരു ക്ലാസ്സിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 24 ക്രോമോസോം ഉമ്മാന്റെയും 24 ക്രോമോസോം ഉപ്പാന്റെയും ഉണ്ടെങ്കിൽ ആ ഉപ്പാക്കുള്ള സ്വഭാവങ്ങളും ഉപ്പാന്റെ ഉപ്പാക്കും അതിന്റെ ഉപ്പാക്കും അതിന്റെ ഉപ്പാക്കും ഒക്കെ ഉള്ള
ഏതോ കാലങ്ങളിൽ നിന്ന് വരുന്ന സ്വഭാവങ്ങൾ നമ്മുടെ ജീനിൽ നമ്മളിൽ വന്നിട്ടുള്ളതാണ്. അതെന്തിനാന്ന് പറഞ്ഞാൽ നന്മകൾ വരാൻ വേണ്ടി അള്ളാഹ് വെച്ചിട്ടുള്ള സംവിധാനമാണ്. അതിനെ നല്ല നിലയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ല. നമ്മുടെ ശുദ്ധ പ്രകൃതത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള ചില പ്രകൃതങ്ങളുണ്ട്. അതിന്റെ തെറ്റായ ഉപയോഗത്തെ നമുക്ക് മാറ്റി അതിനെ നല്ല നിലയിൽ ഉപയോഗിക്കണം. ഇതിനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വസീമയുടെ സുന്നത്തും എടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു നിലയിൽ അതിനെ മാറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞൊരു ചുരുക്കം, നമ്മുടെ പ്രകൃതം അങ്ങനെയാണ് എന്ന് പഴിവാരിക്കൊണ്ട് പടച്ചോനെ പഴിയാറേണ്ട ഒരാവശ്യം നമുക്കില്ല. ആ പ്രകൃതം നമുക്ക് തന്നത് നല്ലതിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയാണ്. ഒരാൾക്ക് ലെക്ചർ ചെയ്യാനുള്ള കഴിവ് കൊടുക്കാം, അത് തോന്നിയാസം പറയാൻ ഉപയോഗിക്കാലോ, നല്ലത് പറയാൻ ഉപയോഗിക്കാം. ഒരാൾക്ക് പാടാനുള്ള കഴിവ് കൊടുക്കാം, അത് വഹിയാത്ത് പാട്ട്, ഏറ്റവും അശ്ലീലമായ പാട്ടുകൾ പാടിയിട്ട് ഉപയോഗിക്കാം. നല്ല ഡെവോഷണൽ സോങ്സിനും വേണ്ടി അത് ഉപയോഗിക്കാം. അപ്പോൾ ഏതൊരു കഴിവാണോ മനുഷ്യൻ നൽകിയിട്ടുള്ള ആ കഴിവ് നമ്മുടെ പ്രകൃതത്തെ നാം പരിഗണിച്ചുകൊണ്ട് അതിനെ നന്മയിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നാണ് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം എന്ന് പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഞാനിവിടെ നിർത്തുകയാണ്. ഇനി 2 മോക്ഷങ്ങൾ കൂടിയുണ്ട്. ഈ 2 മോക്ഷങ്ങളും 2 വിധത്തിലുള്ള, അതൊന്ന് പിന്നെ നമ്മൾ ചെയ്ത പാപത്തിന്റെ ചില പരിണിതികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നതാണ്. അടുത്തത് ആ പരിണിതികൾ മാത്രമല്ല, ചിലത് ശരീഅത്തുപരമായിട്ട് ചെയ്തിട്ടുള്ള പാപങ്ങളുണ്ട്, അതിന്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് രണ്ടിനും എങ്ങനെയാണ് മോചനം ഉണ്ടോ ഇല്ലയോ, അതുള്ളത് എങ്ങനെയാണ് ഖുർആൻ പറയുന്നത് എന്ന് മുസ്ലിം മതത്തിൽ ചർച്ച ചെയ്യുന്നു. പിന്നെ ഈ 6 മോചനങ്ങളും കൂടി 6 മോക്ഷങ്ങളും കൂടി കൂടിയിട്ട് നമ്മൾ ആത്മീയമായിട്ടുള്ള മോക്ഷവും ഭൗതികമായിട്ടുള്ള മോക്ഷവും 2 തരത്തിലുള്ള മോക്ഷമുണ്ടോ, അത് ഉണ്ടെങ്കിൽ എന്ത്? അതിനെക്കുറിച്ച് മുസ്ലിമിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യന് ആത്മീയം ഭൗതികം എന്നുള്ള ചർച്ച വരുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ, അവന് ഒരു ശരീരം, ഈ ശരീരത്തിന് ഭൗതികമായ ശരീരമായിട്ട് കൂട്ടുന്നു, അവൻ ആത്മാവിനെ നിലകൊള്ളാനുള്ള ശരീരമായിട്ട് ഇങ്ങനെ കൂട്ടുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. വാസ്തവത്തിൽ 2 മോക്ഷം ഒന്നാണ്. 2 കൂടി ഒരു സ്ഥലത്ത് വന്ന് സംഗമിക്കും. അതായത് ഇപ്പൊ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പാടെ പഠിച്ച് അങ്ങറ്റത്തേക്ക് എത്തിയ 2 ഒന്നായിരിക്കും. അവിടെ നിന്നിട്ട് തിരിച്ചു കൊടുത്താലും അവസാനം ഒന്നായിരിക്കും. ഇടയിലുള്ള ശാഖകളാണ് ഈ ആത്മീയ ഭൗതികം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്, ശാസ്ത്രീയമായ വശങ്ങൾ എന്താണ് മുസ്ലിം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഭാഗം, അതിലേക്ക് നമ്മൾ നീങ്ങിയാൽ നമ്മൾ മുമ്പോട്ടാണോ നീങ്ങുന്നത് പുറകോട്ടാണോ പോകുന്നത് എന്നറിയുന്നതിന് വേണ്ടി ഒരു 8 അടയാളങ്ങളാണ് മുസ്ലിം അത് പറഞ്ഞിരുന്നത്. ആ അടയാളങ്ങൾ വെച്ച് നമ്മളങ്ങനെ തൊട്ടു നോക്കിയാൽ നമ്മളിപ്പോ പുറകോട്ടാണോ പോകുന്നത്, മോക്ഷത്തിന് പുറകോട്ടാണോ പോകുന്നത്, മുമ്പോട്ടാണോ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ അടയാളങ്ങളെ എങ്ങനെ അളക്കാമെന്നും അളന്ന് മനസ്സിലാക്കിയാൽ പിന്നെന്ത് ചെയ്യണമെന്നുമുണ്ട്. അതാണ് പിന്നീട് മിൻഹാജ് താലിബിലേക്ക് ചെന്നിട്ട് പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹു നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഒരൊരുത്തിനില്ലാത്ത സംഗതിയാണ്. അതിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നാണ്. അതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടിക്കൽ പരിശോധനയുണ്ട്. അത് മറന്നുപോയ കാലത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുകയും ചെയ്തു. അത് നമ്മൾ വീണ്ടും മറക്കുകയാണ്, ഓർമ്മപ്പെടുത്തുന്നതിന് ഖിലാഫത്ത് സംവിധാനമുണ്ട്, ജമാഅത്ത് നിസാം. ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് നമ്മളെക്കുറിച്ചൊരു വിശ്വാസം ഉണ്ടായാൽ മതി, നമ്മളവിടെ എത്തും. ആ വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ട്. അള്ളാഹു നമ്മൾ കഴിവുള്ളവനാണ്. നമ്മളെ ഭൗതികമായിട്ട് ആത്മീയമായിട്ട് എന്റെ റബ്ബിന് എത്ര കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ പരിമിതപ്പെടുത്തുക. അപ്പൊ നമ്മളും പരിമിതമായി പോകും. എന്റെ റബ്ബിന് മഹത്തായ കഴിവുണ്ട്. ഏത് രംഗത്തും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എന്റെ റബ്ബിന് അതിൻ്റെതായ കഴിവുണ്ട്, എനിക്കാണ് കഴിവില്ലാത്തത് എന്നൊരു അവബോധം നമുക്ക് ഉണ്ടാവുകയും ആ റബ്ബിലും നമ്മളിലും ആ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിശ്ചയമായും എല്ലാ തരത്തിലും മോക്ഷമുണ്ട്. അത് അള്ളാഹു നമുക്ക് ആഗ്രഹിച്ചു.